നമുക്കെല്ലാവർക്കും ഒരു ഇണയിലൊന്നും തൃപ്തിപ്പെടാൻ പറ്റുന്ന ആളുകളല്ല നമ്മൾ ആരും, ഒരു മനുഷ്യരും. അവിഹിതം എന്ന് പറയുന്നത് ഞാൻ എല്ലാവരോടും പോയി അവിഹിതത്തിൽ ഏർപ്പെടണം എന്നല്ല പറഞ്ഞത്. അയ്യോ ഇവൾ എന്തൊക്കെയാണ് ഈ കിടന്ന് വിളിച്ചു പറയുന്നത്, ഈ പെണ്ണും പിള്ളക്ക് ഒരു പണിയുമില്ലേ എന്ന് പറഞ്ഞ അവനും അവളുമാണ് 4-5 പെണ്ണുങ്ങളെ ആണുങ്ങളെ വെച്ചോണ്ടിരിക്കുന്നത്. ചീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പാരൻസി ഇല്ലായ്മ എന്ന് മാത്രമാണ് അർത്ഥം. ഞാൻ ഇങ്ങനെയാണെന്ന് പറയാൻ ഞാൻ ആരെ ഭയക്കണം? ട്രെൻഡ് സെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ. സാധാരണ ട്രെൻഡിന് പുറകെ ഞാൻ പോവാറില്ല. അയ്യോ പ്രണയം എന്തായാലും വേണം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ ചെറിയ മോളുടെ കാര്യത്തിലാണ് എനിക്കൊരു പേടിയുള്ളത്. അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആൺപിള്ളേരെ ബോയ്സിനെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. എന്തോ 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 കോൺവെന്റ് സ്കൂളിലുള്ള ആരുടെ കയ്യിൽ നിന്നൊക്കെ എന്തൊക്കെയോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. മാർഷലിനും കിട്ടിയില്ല, ആരുണ്ടെങ്കിൽ. മാംസനിബദ്ധമല്ല രാഗം മലയാളം അറിയോ കുട്ടിക്ക്? ഇല്ല. കുളിക്കാണ്ട് നനയ്ക്കാണ്ടൊക്കെ നടക്കുന്ന ചെക്കന്മാരാണ് ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ഇഷ്ടം. ഇപ്പോഴത്തെ ഫാഷൻ ഏതൊരു പ്രായക്കാരിലായിരിക്കും അത് ഏറ്റവും കൂടുതൽ തോന്നുന്നു? 40 കഴിഞ്ഞവരില്. ലൈംഗിക ദാരിദ്ര്യം ഇങ്ങനത്തെ ലോക്കൽ അലവലാതി ആൺപിള്ളേരുടെ അടുത്താണ് ഏറ്റവും ഭംഗിയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള പെൺപിള്ളേര് പോയിപ്പെടാ കുറെ ലോക്കൽസിന്റെ ഇടയിലാണ്. എപ്പോഴും വിചാരിക്കുന്നത് ഈ ലോകത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ തെറ്റ് ഒത്തുചേരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരു മക്കൾക്ക് ജന്മം കൊടുക്കുക എന്നുള്ളതാണ്. റിലേഷൻഷിപ്പില് പ്രണയത്തില് ഒരാൾക്ക് മാത്രമേ യഥാർത്ഥ പ്രണയമുള്ളൂ, മറ്റൊരാൾ പ്രണയം അഭിനയിക്കുന്ന ആള് മാത്രമാണെന്ന് പറഞ്ഞതിന് ഈസ് ദ റൈറ്റ് പേഴ്സൺ എന്ന് നമുക്ക് തോന്നുന്ന ഒരു സമയത്ത് മാത്രമേ ഈ പറയുന്ന ഒരു ഫിസിക്കൽ ഇന്റിമസിയിലേക്കൊക്കെ നമ്മൾ കടക്കാൻ പാടുള്ളൂ. അതായത് ഇപ്പൊ ഇവിടെ ഫ്ലോറിൽ വരുമ്പോ മെഹറിന് ഇവിടെ ഒരാള്, ഫ്ലോറിൽ നിന്ന് ഇറങ്ങുമ്പോ വേറൊരാള്, വണ്ടിയിൽ കയറുമ്പോ അതല്ലേ ഉദാഹരണ സഹിതം പറയുമ്പോ അതല്ലേ. അതായത് എപ്പോഴും ഒരേ സാധനം തന്നെ ഉപയോഗിക്കുമ്പോ അവർക്ക് ഭയങ്കര ബോറടിയാന്ന്. അപ്പൊ അവർക്കും വേണ്ടേ ഒരു വ്യത്യസ്തത. ഇപ്പൊ ഒരു പ്രശ്നമില്ലെങ്കിലേ ആരുടെങ്കിലും മെക്കെട്ട് കയറിട്ട് ഞാൻ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കും. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഹായ് ഹലോ, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ മെഹർ. ആൻഡ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ്. ഒരുപാട് സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു നിഷ ടീച്ചർ. നമസ്കാരം. ശരിക്കും ടീച്ചർക്ക് എത്ര വയസ്സായി? 44. അപ്പൊ ഞാൻ ടീച്ചർ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഭയങ്കര സ്ട്രോങ് പേഴ്സണാലിറ്റി ആണ്. ഭയങ്കര എന്താ പറയാ, ഭയങ്കര ബോൾഡ് ആയിട്ടാണ് ടീച്ചർ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ടീച്ചറുടെ സാരി ആയിക്കോട്ടെ, വള ആയിക്കോട്ടെ, മാല ആയിക്കോട്ടെ, കമ്മലായിക്കോട്ടെ, എല്ലാം ഭയങ്കര എങ്ങനെ 44 വയസ്സിലും ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തു. ട്രെൻഡ് സെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ. സാധാരണ ട്രെൻഡിന് പുറകെ ഞാൻ പോവാറില്ല. ഇപ്പൊ തൃശ്ശൂർ അടുത്തുള്ള ചെറിയ കടകളിലൊക്കെ ആളുകൾ നിഷ ടീച്ചർ ഇട്ട വളയും മാലയും കമ്മലൊക്കെ അന്വേഷിച്ച ആളുകൾ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമില്ല. സാധാരണ നമ്മളൊരു ഫാഷന്റെ പുറകെ പോയിട്ട് ഇപ്പൊ അത് മാറി നമ്മളൊരു ട്രെൻഡ് സെറ്റർ ആവാന്ന് പറയുന്ന ഒരു വലിയ സംഭവം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ബേസിക്കലി അത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. കാരണം പലരും വയസ്സായി ഇപ്പൊ ഞങ്ങൾ തന്നെ സ്കൂളിന്റെ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ വെക്കുമ്പോ നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ വയസ്സായി, പിള്ളേരുടെ കല്യാണമൊക്കെ ആയിടി, വയ്യട്ട, മുട്ടുവേന, നടുവേന, ആ ഒരു അവസ്ഥയിലേക്ക് സൈഡായി മൊത്തം പ്രാരാബ്ദ. ഞാനിപ്പോഴും ആരെങ്കിലൊക്കെ ക്യാമറമാൻമാരെ വിളിച്ച് കൊളാബ് വീഡിയോയും ചെയ്ത്, ഇപ്പൊ ഇന്നലെ രാമായണ മാസത്തിന്റെ വീഡിയോ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. എവിടെയെങ്കിലൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുക. ക്യാമറ, 2 സാധനങ്ങളാണ് എന്റെ വീക്ക്നെസ്. ഒന്ന് ക്യാമറ, മറ്റൊന്ന് മൈക്ക്. ഇത് രണ്ടും കയ്യിൽ പോകും. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പോകും. 2 മക്കളാണ് എനിക്ക്. മൂത്ത മോൾക്ക് ഇപ്പൊ 21 വയസ്സ്, മെഹറിന്റെ ഒക്കെ ഒരു പ്രായം. ചെറിയ മോൾക്ക് 11 വയസ്സ്. മൂത്ത മോൾ അപർണ, ചെറിയ ആൾ അർച്ചന. മൂത്ത ആളാണ് എല്ലാത്തിനും സപ്പോർട്ട്. അവളാണ് ക്യാമറ, അവളാണ് എഡിറ്റിങ്, അവളാണ് എല്ലാ കാര്യത്തിലും. അവൾക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. അമ്മ അതൊക്കെ നിഷ ടീച്ചർ തന്നെയാണ് അവളും വിളിക്കുക. നിഷ ടീച്ചർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അവള് കൂടെ നിൽക്കും. അവള് ഓൺ സ്ക്രീൻ അല്ല, ബാക്കിൽ നിൽക്കും. അതെ. 2 ഏജ് ഗ്രൂപ്പിലുള്ള മക്കളാണ്. ഇവർക്ക് ടീച്ചർ എന്ത് ഉപദേശമാണ് കൊടുക്കുന്നത്? പ്രത്യേകിച്ച് ഉപദേശം കുട്ടികൾക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ള ടീച്ചർ ഒരിക്കലും ഇവരുടെ അടുത്ത് പ്രണയിക്കരുതെന്ന് പറയൂല. അയ്യോ പ്രണയം എന്തായാലും വേണം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ ചെറിയ മോളുടെ കാര്യത്തിലാണ് എനിക്കൊരു പേടിയുള്ളത്. കാരണം അത് എന്റെ കറക്റ്റ് ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാ. 11 വയസ്സായിട്ടുള്ളൂ. അവൾക്ക് ഇനി ഒരു 5 കൊല്ലം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കാര്യം ഞാൻ മിക്കവാറും സ്കൂളിൽ തന്നെ പെറ്റുകെടുക്കേണ്ടി വരും. കാരണം അവളുടെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ടേ. മൂത്ത മോൾക്ക് പിന്നെ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ നിർബന്ധിക്കുന്നുണ്ട്. നമ്മൾ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. പ്രണയമൊക്കെ ഒരാൾക്ക് സ്വയം തോന്നേണ്ട വികാരമാണ്. അപ്പൊ അവളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവളുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ എന്നെ വിളിച്ചിട്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ പറയും ഇങ്ങനെ സ്പെഷ്യൽ ഫീസ് ഒക്കെ തരണം, ഫ്രീ കൺസൾട്ടേഷൻ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അത്രയും ഫ്രീ ആണ് ഞാൻ. കാരണം വെച്ചാൽ എനിക്ക് എന്റെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ ഫ്രീ ആയിട്ടുള്ള ഒരു പാരന്റിങ് കിട്ടിയിട്ടില്ല. കാരണം എന്റെ അപ്പനും അമ്മയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള. പപ്പ മരിച്ചു. പപ്പ ഒന്നും ഒരു അക്ഷരം ഉണ്ടാറില്ല വീട്ടില്.
പപ്പയ്ക്ക് 6 ഭാഷ എന്തോ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. പപ്പ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡയറി നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് 6 ഭാഷ അറിയുമായിരുന്നു എന്ന് അതിൽ എഴുതി വെച്ച് കണ്ടത്. മലയാളം പോലും പറയണം ഞാൻ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ 6 ഭാഷ. അതേസമയം അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഭയങ്കര സ്ട്രിക്റ്റ്. അതായത് മക്കൾ ഇങ്ങനെ അങ്ങോട്ട് തിരിയാൻ പാടില്ല, ഇങ്ങോട്ട് തിരിയാൻ പാടില്ല, കറക്റ്റ് സമയത്ത് വീട്ടിലെത്തണം, 7 മണി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു പഴയ ചിന്താഗതിയുള്ള ഒരു അമ്മയാണ്. അപ്പൊ അങ്ങനെ ഒരു വീടാവുമ്പോ നമ്മളൊരു കാര്യം അന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, കല്യാണമൊക്കെ കഴിഞ്ഞ് നമുക്ക് പിള്ളേരൊക്കെ ഉണ്ടാവുമ്പോ എങ്ങനെയൊക്കെ ഒരു പാരന്റ്സ് ആകരുത് എന്നുള്ളൊരു സംഭവം നമ്മൾ ചെറുപ്പം മുതലേ ഈ വന്ന സംഭവങ്ങളുണ്ടല്ലോ, അതിൽ നമുക്ക് മനസ്സിലായി എങ്ങനെയൊക്കെ പാരന്റ്സ് ആകരുത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ അത് തന്നെ തുടരുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എത്രത്തോളം മക്കളുടെ അടുത്ത് ഫ്രീ ആവാൻ പറ്റുമോ, പക്ഷെ എന്റെ മുഖം ഒന്ന് മാറി അവർക്കറിയാം, മനസ്സിലാവും. ശീത്തൊന്നും ഞാൻ പറയില്ല. ഇത്രയൊക്കെ ബ്ലാ 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 എന്ന് പറയുന്ന ഞാൻ ചിലപ്പോ ഒന്ന് സൈലന്റ് ആയി കഴിഞ്ഞാൽ അവർ കരയും, ഒന്നും മിണ്ടില്ല ഞാൻ ആ സമയത്ത്. അതായത് അപ്പൊ ആ ഒരു നിശബ്ദത ഉണ്ടല്ലോ, അത് ശരിക്കും ഇങ്ങനെ ഒന്നും മിണ്ടില്ല. ചില ആളുകൾ ഇങ്ങനെ മറ്റേ കത്തി താഴെയിടാ അങ്ങനത്തെ ഡയലോഗൊന്നുമില്ല. എനിക്ക് അങ്ങനെ മക്കളുടെ കാര്യത്തിലൊന്നും അങ്ങനെ ദേഷ്യമൊന്നും വരില്ല. പക്ഷെ അങ്ങനെ അത്രയും വശപ്പശകായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ എനിക്ക് ശരിക്കും ദേഷ്യം വരെ നോണ പറയുമ്പോഴാണ്. കാരണം ഞാൻ അവരുടെ അടുത്ത് പറയാം, നിങ്ങൾ ഒരാളെ തല്ലി കൊന്നിട്ട് വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മ എന്നെ ബൈ മിസ്റ്റേക്ക് എനിക്ക് അങ്ങനെ ഒരു സംഭവം വന്നു എന്ന് പറഞ്ഞാൽ പോലും ഞാൻ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ എവിടെ വേണമെങ്കിൽ വരും. പക്ഷെ എൻ്റെ അടുത്ത് നുണ പറഞ്ഞ ഭയങ്കര അഡിഷൻ എനിക്കത്. നുണ പറയണ ആളുകളെ ഞാൻ പിന്നെ വെച്ചോണ്ടിരിക്കില്ല. എനിക്ക് ഏറ്റവും അതിപ്പോഴും പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരാം. നുണ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും വെച്ച് പൊറിപ്പിക്കാതെ, കാരണം ഞാൻ നുണ പറയാറില്ല. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ശരി ചെയ്തു, ഈ തെറ്റ് ശരി എന്ന് പറയുന്ന സംഭവം തന്നെ ആപേക്ഷികമാണ്. അതുപോലും വളരെ പബ്ലിക്കിൽ വിളിച്ചു പറയാൻ ഭയങ്കര കരുത്തുള്ള ഒരാളാണ് ഞാൻ. അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണെന്ന് പറയാൻ ഞാൻ ആരെ ഭയക്കണം? മാധവിക്കുട്ടി പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണത്. ഞാൻ കുറെ സംസാരിച്ചോണ്ടിരിക്കും, ഇടയ്ക്ക് മെഹർ ചോദിച്ചില്ലെങ്കിൽ മെഹർ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് കുറച്ച് മെഹറിന് സംശയം തോന്നും, അല്ല അപ്പൊ ഞാൻ എന്തിനാ അവിടെ ഇരിക്കണേ, ഞാൻ അല്ല പിന്നെ ടീച്ചർക്ക് തന്നെ അപ്പൊ ഇടയിലിടയിൽ കുട്ടി ഒരു ചോദ്യം ചോദിക്കാം. ഹസ്ബൻഡ് എത്രത്തോളം സപ്പോർട്ടീവ് ആണ് ഈ വീഡിയോ ചെയ്യുന്നത്? അദ്ദേഹം ഞാനും തമ്മിൽ, സാബു എന്നാണ് പേര്, ആള് തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത്, ജ്വല്ലറിയിലാണ്. അപ്പൊ ഞാനും സാബും തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഞാൻ 44, ആൾക്ക് 54. അപ്പൊ ശരിക്കും ഒരു പഴയ ഒരു ചിന്താഗതി, അതായത് ഒരു പക്ക ഒരു സാധാ ഒരു മലയാളി ആറ്റിറ്റ്യൂഡ് ആണ് ആളുടെ. അതായത് സാധാ മലയാളി ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ജനിക്കുന്നു, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ആലോചിച്ച് ജീവിക്കുന്നു, മരിക്കുന്നു. അതാണ് ഒരു സാധാ മലയാളി ആറ്റിറ്റ്യൂഡ്. അതാണ് ആള്. അതായത് മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു, മറ്റുള്ളവർ ഇപ്പൊ ഞങ്ങള് ഒന്നിച്ചൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ പോലും ഞാനിങ്ങനെ ഭയങ്കര അങ്ങനെ ചിരിക്കും. മറ്റേ പഴയ നാടകത്തിലൊക്കെ ആൾക്കാർ ചിരിക്കുന്നത് അങ്ങനത്തെ ചിരിയൊക്കെ ചിരിക്കും. എന്നോട് പറയും ഒച്ചിട്ട് സംസാരിക്കല്ല, ഒച്ചിട്ട് ചിരിക്കല്ല, ആൾക്കാർ ശ്രദ്ധിക്കും. ഞാൻ ചോദിക്കും, നീ നാട്ടുകാർ ചെലവിലൊന്നല്ലോ നമ്മൾ ജീവിക്കണം. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഫ്രീ ആയി, അതായത് എപ്പോഴും ഓൾവേസ് കോൺഷ്യസ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അങ്ങനെയുള്ള ഒരാളാണ്. അപ്പൊ ആളെ സംബന്ധിച്ച് എനിക്കിതൊക്കെ ചെയ്യാം, പക്ഷെ ആൾക്ക് ആളുടെ വഴി, എനിക്ക് എന്റെ വഴി എന്നുള്ളൊരു രീതിയാണ്. ഞാനിതിന് പോകുന്നതിനോടൊന്നും ആൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ആളെ ഒരിക്കലും പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന് ഇപ്പൊ ഇവിടെ തൊട്ടപ്പുറത്ത് സാബുവിനെ കൊണ്ട് ഇരുത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 1 കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞാലും ആള് വരില്ല. അപ്പൊ അങ്ങനെ, അതായത് എനിക്ക് എന്റെ വഴി, ആൾക്ക് ആളുടെ വഴി എന്നുള്ള ഒരു രീതിയാണ്. അപ്പൊ ഇപ്പൊ ടീച്ചർ പറഞ്ഞല്ലോ, പിയർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് പറഞ്ഞല്ലോ. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ കേൾക്കുന്നതാണ്, +2 വരെ ഒന്നും ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയായിരുന്നു, ഹോസ്റ്റലിൽ പോയിട്ട് ആ പിള്ളേരെ കൂട്ടുകൂട്ടാണ് നശിച്ചു പോകുന്നത്. ആ പറഞ്ഞതിനോട് ടീച്ചർ യോജിക്കും? പിയർ ഗ്രൂപ്പ് ഡെഫിനറ്റ്ലി നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലെങ്കിൽ അതൊരു തർക്കമില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും കാലം നമ്മളുടെ ഒരു സംരക്ഷണയിൽ കഴിയുന്ന കുട്ടികളായിരിക്കും. പക്ഷെ ഹോസ്റ്റലിൽ പോയി കഴിയുമ്പോൾ അവരെ നശിപ്പിക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. നീ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോ, ഞാൻ ഭയങ്കര ഒരു കട്ട ലാലേട്ടൻ ഫാനാ. പവിത്രം എന്ന് പറഞ്ഞൊരു മൂവി പണ്ടത്തെ അതിൽ ബിന്ദുജ മേനോൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. അവര് പഴയ നാടൻ സ്റ്റൈലിൽ വളർന്നു വന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആ സിനിമയില് ബിന്ദുജ മേനോൻ കുറെ നാളുകൾക്ക് ശേഷം ഹോസ്റ്റൽ ലൈഫിലേക്ക് പോവാണ്. അപ്പൊ അത്ര കാലം ഒരു നാടൻ രീതിയിൽ വളർന്നു വന്ന ആ കുട്ടീനെ ഹോസ്റ്റലിൽ നശിപ്പിക്കാനായിട്ട് കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അതായത് സെയിം പിയർ ഗ്രൂപ്പ് നശിപ്പിക്കുന്ന ഒരു രീതി, അത് സത്യം തന്നെയാണ്. നമ്മളെ ഡെയിലി ഒരാള് കുറെ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ മനസ്സിലാക്കി തരുമ്പോ, കാരണം ആ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഫ്ലെക്സിബിൾ ആവുന്നു. ഇപ്പൊ സിമെന്റ് ഒക്കെ ഇടുന്ന കണ്ടിട്ടില്ലേ, സിമെന്റ് ഇട്ട സ്ഥലത്ത് നമ്മളിങ്ങനെ നടക്കാന്ന് വിചാരിക്കും, ഓണങ്ങളെക്കാൾ മുമ്പ് എന്താ ഉണ്ടാവുക, പെട്ടെന്ന് ഇതാവും, നമ്മുടെ കാലിന്റെ പാടുകൾ അവിടെ വരും. അതുപോലെയാണ്. അതായത് അവര് ഓൾറെഡി എന്താ പറയാ, അവരൊന്നും മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടില്ല. ഇപ്പൊ ടീനേജേഴ്സ് എന്നൊക്കെ പറഞ്ഞു, അപ്പൊ അവരെ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അവരിലേക്ക് എത്തിക്കുന്ന പോയിന്റുകളെല്ലാം സത്യമാണെന്ന് വിചാരിച്ചിട്ട് അവർ ആ ഒരു ട്രാക്കിലേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ വീക്കെൻഡിലൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോഴാണെങ്കിലും നമ്മൾ അവരെടുത്ത് അവർ സപ്പോർട്ടീവായിട്ട് നിൽക്കുക. മീൻസ് അവിടെ ഉണ്ടായ ഇഷ്യൂ ആണ്. ഇപ്പൊ ഒരു കഞ്ചാവ് അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ ഇപ്പൊ അധികം, മയക്കുമരുന്ന് പോലെയുള്ള സംഭവങ്ങൾ. അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ചിലപ്പോൾ 1-2 പ്രാവശ്യം അവർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് പറയാൻ ധൈര്യം കാണിക്കുകയാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് അടിച്ച് തമ്പോറാക്കല്ല വേണ്ടത്, പറയാ ഇന്നതാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ ചേർത്ത് പിടിക്കലാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അടിക്കാൻ ആർക്കും പറ്റും,
അടിക്കാണ്ട് നമ്മളെ ചേർത്ത് നിർത്താന്ന് പറയുന്നത് അത് വളരെ അപൂർവ ആളുകൾക്ക് മാത്രം പറ്റും. കാരണം ഈ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയിട്ടുള്ള മക്കളില്ലേ, അവരാണ് ഏറ്റവും കൂടുതൽ കുരുത്തക്കേടിനും എല്ലാ കാര്യങ്ങളിലും. ഞാനൊക്കെ അങ്ങനെയാണ്, എന്നെ സ്ട്രിക്റ്റ് ആയി വളർത്തിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സത്യം. കാരണം ഞാൻ പറയുകയാണെങ്കിലേ നമുക്ക് എപ്പോഴും ഒരു വേലി നമ്മുടെ ചുറ്റും കെട്ടുമ്പോഴാണ് ആ വേലി ബ്രേക്ക് ചെയ്യണം എന്നുള്ളത്. അല്ലെ, വേലി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും ഇവിടെ ഒരു ബോക്സ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പൊളിച്ചപ്പുറത്തേക്ക് പോകും. അപ്പൊ എന്നെ എത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ട്, അപ്പൊ ഇപ്പോഴും അമ്മ പറയും അങ്ങനെയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയ കാരണം നീ ഇങ്ങനെയെങ്കിലാണെന്ന്. അതൊക്കെ വെറുതെ തോന്നുക. നമുക്ക് എന്താണോ കിട്ടില്ല എന്ന് തോന്നുന്നത് അത് കിട്ടാനുള്ള ആഗ്രഹം നമുക്ക് കൂടുതലായിരിക്കും. ഇപ്പൊ ഞാൻ പഠിച്ചത് മുഴുവൻ കോൺവെന്റ് സ്കൂളിലാണ്, മുഴുവൻ ഗേൾസ് ഓൺലിയിലാണ് പഠിച്ചത്. അപ്പൊ ഈ ഗേൾസ് ഓൺലിയിൽ മാത്രം പഠിക്കുന്ന കുട്ടികൾക്കാണ് എപ്പോഴും ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ അവർക്ക് മറ്റേ സെക്സിലുള്ള ആളുകളുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് അറിയില്ല. അപ്പൊ ഞാൻ എന്താ പറയാ 10ാം ക്ലാസ് വരെ ഹോളി ഫാമിലി സ്കൂളിലാണ് പഠിച്ചത്. മുഴുവൻ തൃശ്ശൂർ തന്നെയാണ് കേട്ടോ. പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് സെന്റ് മേരീസില്, ഡിഗ്രിക്ക് പഠിച്ചത് വിമലയില്. അപ്പൊ ഒക്കെ പഠിച്ചത് അവിടെ മുഴുവൻ പെൺപിള്ളേരെ കാണണേ. അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൺപിള്ളേരെ ബോയ്സിനെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. എന്തോ ആ ഒരു ബട്ടർഫ്ലൈ ഫീലിംഗ് ഉണ്ടല്ലോ, അത് 24 മണിക്കൂർ ഉണ്ടാവും. ഈ ബട്ടർഫ്ലൈ എപ്പോഴും പറഞ്ഞ ഭയങ്കര പ്രശ്നമാണ്. അതേസമയം മിക്സഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാവുമ്പോ ആ ഒരു ഇഷ്യൂ ഉണ്ടാവും. കണ്ട് ആൺപിള്ളേരെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചൊരു പ്രത്യേക ഒരു ജീവിയൊന്നും അല്ല. അതേസമയം ഈ കോൺവെന്റ് സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കാണ് എപ്പോഴും ഫ്രസ്ട്രേഷൻസ്. അപ്പുറത്ത് ഇപ്പുറത്തിരുന്ന് കൈയും കലാശം കാണിക്കുന്ന ആളുകൾക്കൊക്കെ ഈ കോൺവെന്റ് സ്കൂളിലുള്ള ആരുടെ കയ്യിൽ നിന്നൊക്കെ എന്തൊക്കെയോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. മാർഷലിനും കിട്ടിയില്ല, അരുണും കണ്ടില്ല. എന്തിനാണ് ഞാൻ ഈ ക്യാമറയുടെ മുന്നിൽ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? കണ്ടിന്യൂ. പണ്ടൊക്കെ പിന്നെ നമ്മൾ ഈ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക് ജീവിതം തീർന്നു അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ കൂടുതൽ ആൾക്കാർ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിപ്പോ ഒരു കോമൺ കാര്യമായി. ഡിവോഴ്സ് എന്ന് പറയുന്നത് വലിയ ആണത്തല കേസൊന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്ക് പണ്ടത്തെ സംഭവം അതിപ്പോഴും ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു ദിവസം എന്തെങ്കിലും തല്ലുകൂടിയിട്ട് പെൺകുട്ടി വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ നാട്ടിൻപുറത്തൊക്കെ ഉള്ള സിസ്റ്റത്തില്, ഫ്ലാറ്റിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല. നാട്ടിൻപുറത്തുള്ള ആൾക്കാരൊക്കെ കുറെ ദിവസമായില്ലോ മോള് ഇവിടെ നിൽക്കണു, മോളിന് തിരിച്ചു പോണില്ലേ എന്ന് ചോദിക്കുന്ന കുറെ ഇങ്ങനെ കാര്യന്വേഷണ ടീം ഉണ്ടല്ലോ. കാര്യന്വേഷണ ടീം അവരെ കൊണ്ടാണ് വല്ലാത്ത തൊയിരക്കേട്. നമ്മുടെ അപ്പനും അമ്മയ്ക്ക് ഉണ്ടാവില്ല അത്ര ബുദ്ധിമുട്ട്. എന്നിട്ട് ഇപ്പൊ ഈ വിസ്മയുടെ പോലത്തെ ആൾക്കാർ ആരെങ്കിലും ഒക്കെ മരിച്ചു കഴിയുമ്പോ പിന്നെ കുറെ #, വിസ്മയ, അയ്യോ. അതിന്റെ അടിയിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് കമന്റ് എന്താണെന്നറിയോ? ആ പെൺകുട്ടീനെ എനിക്ക് തരാമായിരുന്നില്ലേ, ഞാൻ വളർത്തുമായിരുന്നല്ലോ ആ പൊന്നു മോളെ. അവളായിരിക്കും അല്ലെങ്കിൽ അവനായിരിക്കും ഏറ്റവും അധികം. അത് മനസ്സിലായില്ലേ? ഈ പകൽമാന്യന്മാരെ കൊണ്ട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലാണ് നമ്മളെല്ലാവരും. അപ്പൊ ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് വലിയ ആണത്തര സംഭവം. നമുക്ക് ഒത്തുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ മക്കൾക്കെങ്കിലും സമാധാനവും. എപ്പോഴും എന്താന്ന് വെച്ചാൽ നമ്മളൊരു പിക്ചർ പെർഫെക്റ്റ് ആവാനാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഇപ്പൊ പുറത്തേക്ക് പോകുമ്പോഴോ ഫംഗ്ഷന് പോകുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ഗ്യാതറിങ്സിന് പോകുമ്പോൾ, ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു പാർട്ടി എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഞാനും മക്കളും മാത്രമുള്ള ഫോട്ടോ കാണുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, അയ്യോ ഹസ്ബൻഡ് എവിടെ, ഹസ്ബൻഡിനെ കണ്ടില്ലല്ലോ എന്നൊക്കെ. ചിലപ്പോൾ ആൾക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിരിക്കും, ചിലപ്പോൾ ആൾക്ക് വരാൻ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. അതൊക്കെ നൺ ഓഫ് ദെയർ ബിസിനസ് അല്ലെ? അപ്പൊ ഞാൻ പറയുന്ന അങ്ങനെ എന്താ പറയാ, അപ്പനും അമ്മയും മക്കളും മാത്രമേ ഇരുന്നാലോ ആ പിക്ചർ പെർഫെക്റ്റ് ആവുള്ളൂ എന്ന് വിചാരിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാവുന്നത്. ഒത്തുചേർന്ന് പോകാൻ പറ്റില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സെപ്പറേറ്റഡ് ആവുക. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഈ മക്കൾക്ക് ഒരു സമാധാനപരമായ ജീവിതം ജീവിക്കാൻ പറ്റും. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഈ ലോകത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ തെറ്റ് ഒത്തുചേരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു മക്കൾക്ക് ജന്മം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം പിന്നെ ആ കുട്ടികളുടെ കാര്യം ആലോചിക്കുക, അവരെന്ത് തെറ്റ് ചെയ്യും? ഈ 2 അലവലാദികൾ 24 മണിക്കൂറും ജയ ഹേ സിനിമയിലത്തെ പോലെ ബേസിൽ ജോസഫും മറ്റേ പെണ്ണിന്റെ പേര് ദർശന, അവർ രണ്ടുപേരും കൂടി തല്ലുകൂട പോലെ 24 മണിക്കൂർ തല്ലുകൂടാ. ഇവരുടെ ചീത്തയും തെറിയും പാത്രങ്ങൾ എറിയണതും ഒക്കെ കണ്ടിട്ട് ഈ 2 മക്കൾ അവിടെ വളരുക. അപ്പൊ ആ മക്കൾക്ക് ഉണ്ടാവുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അവർ ആ ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് വരുമ്പോ ഈ ലോകത്തിലേക്കും വേണ്ട ഏറ്റവും മോശപ്പെട്ട ആൾക്കാരായിട്ട് പിന്നെ അവർ വളരാം. അപ്പൊ അങ്ങനത്തെ ഈ ചൈൽഡ്ഹുഡ് ട്രോമാസ് കണ്ട് വളർന്നു വരുന്ന കുട്ടികൾ അവര് ചിലപ്പം 2 രീതിയിലാവാം. ഒന്നില്ലെങ്കിൽ അവരാണെങ്കിൽ ഈ ഒരു സെയിം പാത്തിൽ പോകും. കാരണം അച്ഛനും അമ്മേനും ഇങ്ങനെ കണ്ടു വളരുന്നോണ്ട് അവര് ഈ ഒരു പാത തന്നെ ആയിരിക്കും അവരുടെ ലൈഫിലോ. ചില കുട്ടികൾ ഇപ്പം അത് കണ്ടു വളർന്നോണ്ട് തന്നെ ചിലപ്പോ അങ്ങനത്തെ ഒരു പാതയിൽ പോവാൻ ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ഈ പറയുന്ന രണ്ടാമത്തെ കാറ്റഗറി ഉണ്ടല്ലോ, അത് വളരെ പെർസെന്റേജ് ഉണ്ടാവുള്ളൂ. അധികം ആളുകളും ഒരു 98% ആളുകളും ഇത് തന്നെയായിരിക്കും. അതായത് അവർക്കൊരു തരം എല്ലാത്തിനോട് ഒരു വെറുപ്പും വിദ്വേഷമായിരിക്കും. എനിക്ക് കിട്ടാത്തൊന്നും വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ള ഒരു സംഭവമായിരിക്കും. പിന്നെ വളരെ ഒരു 2% ആളുകൾ മാത്രം ഈ പറയുന്ന ഭയങ്കര ഉള്ളിൽ നിന്നുള്ള ഒരു ഇന്നർ ഇൻസൈറ്റ് കൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളാണ് എന്നെ പോലെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്. കാരണം ഞാനൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയ ആളാണ് ഞാൻ, ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് ഒഴുക്കിനെതിരെ നീന്താന്ന് പറയുന്നത് ഭയങ്കര ത്രില്ല. കാരണം ഒരു പ്രശ്നം എന്റെ മോളൊക്കെ എന്നോട് പറയും, കാലത്തും വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ എന്റെ അമ്മ പ്രശ്നം ഉരുട്ടിയിട്ട് തിന്നണേന്ന് തോന്നുന്നുണ്ട്. എനിക്ക് പ്രശ്നം വരുമ്പോ ഭയങ്കര കാലത്ത് ഉറങ്ങിയിട്ട് ഇനിയിപ്പോ ഒരു പ്രശ്നം ഇല്ലെങ്കിലേ ആരുടെങ്കിലും മെക്കെട്ട് കയറിട്ട് ഞാൻ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കും. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ, ഒരു മനസ്സുഖം ആ സംഭവമാണ്. അത് എല്ലാവർക്കും പറ്റണമെന്നില്ല. കാരണം ഞാൻ തമാശ പട്ടിൽ പറഞ്ഞാണ്. പക്ഷെ ആ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ
അതിനെ ഓവർകം ചെയ്യാം എന്ന് മാത്രമല്ല ഞാൻ ആലോചിക്കാം, അതിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി കിട്ടാൻ പറ്റുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന അതിനൊരു സ്പെഷ്യൽ തോട്ടാണ് എന്റെ. അതായത് ഒരു പ്രശ്നം, സാധാരണ ആളുകൾക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഒരു പ്രശ്നം വരുമ്പോ ഒന്നില്ലെങ്കിൽ ഇരുന്ന് കരയാം, അതല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് ഓവർകം ചെയ്യാം. ഇത് രണ്ടുമല്ലേ. ഇതല്ലാതെ പ്രശ്നത്തിൽ നിന്ന് ഓവർകം ചെയ്യുകയും മറ്റുള്ള ആളുകൾക്ക് ഇൻസ്പിറേഷൻ കൊടുക്കാൻ പറ്റുകയും ചെയ്യുക എന്ന് പറയുന്നത് സംതിങ് ഗ്രേറ്റ് ആണ്. അത് എല്ലാവർക്കും പറ്റണമെന്നില്ല, എല്ലാവർക്കും പറ്റുന്നില്ല. ഇപ്പൊ പറഞ്ഞല്ലോ, പക്ഷെ പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ സൂയിസൈഡ് റേറ്റ്സ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആളുകളാണെങ്കിൽ പ്രതിസന്ധികളൊക്കെ ഫേസ് ചെയ്യാൻ നിൽക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എന്താന്ന് വെച്ചാൽ ഈ പാരന്റ്സ് തന്നെയാണ് ഈ പിള്ളേരെ മുഴുവൻ നശിപ്പിക്കുന്നത്. നമ്മൾ സാധനം ചെറിയൊരു എക്സാമ്പിൾ പറയാം, വലിയ വലിയ കാര്യങ്ങളൊന്നും വേണം. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ മക്കളെയും കൊണ്ട് പോകുന്ന പാരന്റ്സ് കുട്ടികൾ എന്തെങ്കിലും വില കൂടിയ ഒരു സാധനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ഈ ഫ്ലോറിൽ കിടന്ന് ഉരുളണ കണ്ടിട്ടില്ല, വേണം വേണം വാശി പറഞ്ഞു ജാതി വാശി പിടിച്ച നാട്ടുകാരെ മൊത്തം കളിപ്പിച്ചിട്ട്. ഇപ്പൊ എന്റെ മോൾ അങ്ങനെ കരയില്ല, അവൾക്ക് അറിയാൻ കരഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മോളാണ് അവിടെ കിടന്ന് കരയണമെങ്കിൽ ഞാൻ പറയും, നീ കരഞ്ഞോ, നീ കരഞ്ഞിട്ട് ഇന്ന് വരെ ഒരു കിടാവ് ചത്തട്ടില്ല, കരഞ്ഞിട്ട് ഇന്ന് വരെ വലിയ പിള്ളേർ ചത്തണ്ട, ഒരു പിള്ളേർ ചത്തട്ടില്ല, അവിടെ കിടന്ന് കരഞ്ഞോ. കരഞ്ഞിട്ട് എന്റെ മോള് അധികം ചെറിയ മോള് കിൻഡർ ജോയ് ചോദിക്കും. എനിക്കാണെങ്കിൽ വേറെ എന്ത് വാങ്ങി കൊടുക്കാനും കുഴപ്പമില്ല, കിൻഡർ ജോയ്ക്ക് എന്തൊരു വിലയാ, ആ കാശുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ വേറെ സാധനങ്ങൾ വാങ്ങാം. ഞാൻ പറയും, നീ കിൻഡർ ജോയ് ചോദിച്ചിട്ട് എത്ര കരഞ്ഞാലും നീ അവിടെ കിടന്ന് കരഞ്ഞിട്ട് നീ ചത്താ ഞാൻ കുഴിച്ചിടാന്ന് പറയും. അപ്പൊ ഞാൻ പറയണ അങ്ങനെ വാശി പിടിക്കുന്ന കാര്യങ്ങൾ നടത്തി കൊടുക്കുന്ന പാരന്റ്സ് ആണ് കുട്ടികളെ നശിപ്പിക്കണം. അതായത് അവരെന്താ വിചാരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ കുട്ടിയുടെ ഇഷ്ടം നഷ്ടപ്പെടുമോ? അതൊക്കെ വെറും തെറ്റായ ധാരണകളാണ്. നമ്മളുടെ ഇല്ലായ്മകളും നമ്മളുടെ വല്ലായ്മകളും ഇപ്പൊ എന്റെ പോക്കറ്റിൽ എത്ര, അല്ലെ മീൻസ് എന്റെ പേഴ്സിൽ എത്ര രൂപയുണ്ടെന്ന് എന്റെ മക്കളെ അറിഞ്ഞു വേണം വളർത്താനായിട്ട്. അമ്മയുടെ കയ്യിൽ ഇത്ര രൂപയുള്ളൂ കേട്ടോ മോളെ, ഇത് പറ്റില്ല അമ്മയ്ക്ക്, അമ്മയെ കൊണ്ട് ആവില്ല എന്ന് പറയണം. അതല്ലാതെ ഇല്ലാത്ത കാര്യങ്ങളും ഉണ്ടാക്കി കൊടുത്ത് വീട്ടിൽ വളരെ പാമ്പർ ചെയ്ത് വളർത്തും. ചിലപ്പോ പോകുന്ന സാഹചര്യത്തിൽ ഒന്നും നടത്തി കൊടുക്കാത്ത ഒരു ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യനെയോ ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോ സുഖലോലുപതയിൽ ജീവിച്ചിട്ട് പട്ടുമെത്തയിൽ ജീവിച്ച ആൾക്ക് കല്ലും മുള്ളും സഹിക്കാൻ പറ്റണമെന്നില്ലല്ലോ. കുറച്ച് ദുരിതമൊക്കെ വീട്ടിൽ അനുഭവിക്കട്ടേന്നേ, എല്ലാം നടത്തി കൊടുക്കണമെന്നില്ല. ഇപ്പം ടീച്ചറാണെങ്കിൽ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ടീച്ചർ ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരുപാട് യങ്സ്റ്റേഴ്സ് ടീച്ചർ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇപ്പൊ ലഹരി ഇതിലൊക്കെ അടിമകളാണ്. അത് കാരണം ഒരുപാട് ക്രൈംസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു മെയിൻ കാരണം എന്തായിരിക്കും? ലഹരി കൊണ്ടല്ല കേട്ടോ ക്രൈംസ് ഉണ്ടാവണേ, ക്രൈം അല്ലാതെ ഉണ്ടാവാറുണ്ട്. ഈ ലഹരിയുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മീഡിയ ഇൻഫ്ലുവൻസ് തന്നെയാണ്. ആൾക്കാരുടെ വിചാരം അത് കഴിച്ചു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര ഒരു സൂപ്പർ പവർ കിട്ടും എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ്. അല്ലെ, ലഹരിയിൽ അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് 10 നിലയുള്ള ബിൽഡിങ്ങിന്റെ താഴേക്ക് ചാടാം, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും, എന്ത് ചെയ്താലും നമ്മൾ മറ്റൊരു സൂപ്പർ പവർ ആണ് എന്നൊക്കെയുള്ള ചിന്ത കുട്ടികളുടെ വികലമായ ഒരു ചിന്ത. പിന്നെ അതെന്തോ ലഹരി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഫ്ലോട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പൊ അതിനകത്ത് ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഒരു ലഹരി എന്തെങ്കിലും ഒക്കെ ഉപയോഗിക്കണ ലഹരി എന്ന് പറഞ്ഞ ഡ്രിങ്ക്സിനെ ഞാൻ ലഹരിയായിട്ട് കൂട്ടിയിട്ടില്ല കേട്ടോ. അത് പ്രശ്നം. ഇപ്പം നമ്മളത് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ ഇത് ഇതൊക്കെ ഒരു ഇപ്പോഴും ആ പഴയ കാലഘട്ടത്തിലാണോ? എന്തും ഒരു പരിധിയിൽ നിർത്തുകയാണെങ്കിൽ എല്ലാം നല്ലതാണ്. അപ്പൊ ഞാൻ പറയണേ, ഒരു ഡ്രിങ്ക്സ് എന്ത് തന്നെ ഡ്രിങ്ക്സ് ആണെങ്കിലും അതിന്റെ ടേസ്റ്റ് അറിയാനായിട്ട് നമ്മളൊന്ന് സിപ്പ് ചെയ്തതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുടിയനോ അല്ലെങ്കിൽ ഏറ്റവും വലിയ സംഭവമൊന്നും ആയി മാറില്ല. പക്ഷെ ഒക്കത്തിന് നമുക്കൊരു ബൗണ്ടറി നഷ്ടപ്പെടുന്ന രീതിയിൽ, അതായത് നമ്മളിങ്ങനെ കിടന്ന് ആടി ഒലയുന്ന രീതിയിലേക്ക് നമ്മളെ തന്നെ കൊണ്ടെത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. ലഹരി നമ്മളെ വിഴുങ്ങുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പകരം ഇതൊക്കെ എല്ലാം എന്താണ് സംഭവം എന്ന് അറിയാനായിട്ട് നമ്മളതൊന്ന് മനസ്സിലാക്കി വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളൊരു ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒന്ന് ചില്ല് ചെയ്യാനായിട്ടോ ഒന്ന് വൈബ് ചെയ്യാനായിട്ടൊക്കെ ചിലപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ, ഞാൻ പറയാം ഭയങ്കര വലിയ ഡ്രിങ്ക്സ് കഴിക്കണം എന്നല്ല, ചെറിയൊരു വൈബ് കിട്ടാനൊക്കെ ആയിട്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ കുടിച്ച് ആർമാദിച്ച് ചാലിൽ കിടന്ന് പിന്നെ കുടുംബക്കാരെ വേറെ ആൾക്കാരൊക്കെ പൊക്കി കൊണ്ടുവന്ന് അങ്ങനൊരു അത് നമ്മളെ വിഴുങ്ങുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് എന്തിനാണെങ്കിലും ലഹരി മാത്രമല്ല, ഒന്നിനും നമ്മൾ അടിമപ്പെടരുത് എന്ന് മാത്രം. അങ്ങനെയാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് കണ്ടുവരുന്ന ഇതാണ്, ഇപ്പം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ചീറ്റിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം. കാരണം പണ്ടൊക്കെ നമുക്കാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാണെങ്കിൽ ഹേർട്ട് ആവോന്ന് വിചാരിച്ച് നമ്മളൊരു പരിധി വരെ അതിന് പോയില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ എന്താ പറയാ, ഒരു ഫീലിങ്സ് ഒന്നും ഇല്ല. മറ്റാൾക്ക് ഇപ്പൊ എന്തായാലും നമുക്കൊരു വിഷയമല്ല എന്നുള്ള രീതിക്ക്. അത് അധികം ഈ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ചീറ്റിങ്ങിനെ എല്ലാവരും എപ്പോഴും വിചാരിക്കുക ഫ്ലേർട്ടിങ് ആണെന്നാണ്. അതായത് ഇപ്പൊ മെഹറും ഒരാളും തമ്മിൽ പ്രണയത്തിലാണ്. അപ്പൊ മെഹർ അറിയാതെ അയാൾ വേറൊരു പെണ്ണുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നതിനെയാണ് ചീറ്റിംഗ് നമ്മൾ വിചാരിക്കുന്നത്. സത്യത്തിൽ ചീറ്റിംഗ് എന്ന് പറയുന്നതിന് വെറും ഫ്ലേർട്ടിംഗ് ആയി മാത്രം നമ്മൾ ചുരുക്കി കാണരുത്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എനിക്കൊരാളെ ഇഷ്ടമല്ല, അതിപ്പോ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തോ ആയിരിക്കാം, എനിക്ക് ഒരാളോട് ഭയങ്കരമായ ശത്രുതയുണ്ട്. അപ്പൊ എന്റെ പാർട്ട്ണർ അയാളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നത് പോലും ഒരു പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. എല്ലാ മനുഷ്യരും സെൽഫിഷ് തന്നെയാണല്ലോ. നമുക്കിപ്പോ നമ്മൾ എന്തായാലും മദർ തെരേസയോ അങ്ങനെ സംഭവങ്ങളൊന്നും നമ്മുടെ ഉള്ളിലുണ്ട് വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ. അപ്പൊ നമ്മൾ ഇമോഷണലി നമ്മൾ എന്താ പറയാ, എനിക്ക് ഇന്ന ആളുമായിട്ട് നീ ഒരു സൗഹൃദം കീപ്പ് ചെയ്യുന്നത് ഇഷ്ടമല്ല കേട്ടോ, അവൾ എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മളറിയാതെ, അതായത് നമ്മുടെ ബാക്കിൽ
അവര് തമ്മിൽ ഒരു സൗഹൃദം കൊണ്ട് നടക്കുന്നത് പോലും ചീറ്റിംഗ് ആണ്. അതായത് ചീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പാരൻസി ഇല്ലായ്മ എന്ന് മാത്രമാണ് അർത്ഥം. നമ്മൾ അറിയാതെ അവരെന്ത് ചെയ്താലും, അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, എന്ത് വേണമെങ്കിൽ ആയിരിക്കാം, നമ്മളറിയാതെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അവർ ചെയ്യുന്നു, അത് അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് പിന്നീട് ഒരു ദിവസം നമ്മൾ പിടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമം എത്ര മാത്രമായിരിക്കും. എപ്പോഴും നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് നമ്മളുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഒപ്പം നിൽക്കുന്ന സുഹൃത്തുക്കൾ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അധികം വേദന ഉണ്ടാവും അല്ലെ. ശത്രുവിന്റെ നീക്കം നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. പക്ഷെ നമ്മുടെ സുഹൃത്ത് നമ്മുടെ ശത്രുവിന്റെ കൂടെ നിന്നിട്ടാണ് ഇമാതിരി കളികളൊക്കെ കളിക്കണമെന്ന് അറിയുമ്പോണ്ടല്ലോ, നെഞ്ച് പൊളിഞ്ഞു പോകുന്ന ഒരു വേദനയായിരിക്കും. ടീച്ചർ, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരും ഒരു റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈഡ് അല്ല. എന്നുവെച്ചാൽ ഇപ്പം ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. കാരണം പണ്ട് എന്നൊക്കെ പറയുമ്പോൾ വീട്ടിൽ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പൊതുവെ ഒരു ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാവുക. പക്ഷെ അങ്ങനെയല്ല, ഇപ്പൊ ഡയറക്റ്റ് തന്നെ പറയാ എനിക്ക് നീ ഓക്കെ അല്ല. അതല്ല, ഇപ്പൊ പറയുകയാണെങ്കിൽ ചോദിക്കുമ്പോ അവനക്കാണെങ്കിൽ ഉള്ള സമയത്ത് തന്നെ വേറെയും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബ്രേക്കപ്പ് സ്റ്റോറീസ് ഇപ്പൊ കേൾക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഒരാളിൽ മാത്രം ഒതുങ്ങാണ്ട് വേറെ മറ്റൊരു റിലേഷൻഷിപ്പിനൊക്കെ ഇപ്പൊ ആളുകൾ ഒട്ടും വാല്യൂ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് അധികം ആളുകൾക്ക് ഇത് എന്താ പറയാ, കല്യാണം വരെയുള്ള ഒരു ടൈം പാസ് അല്ലെ. ശരിക്കും നമ്മൾ തമ്മിലെ ഒരു രണ്ടാളുകൾ തമ്മിൽ പ്രണയത്തിലാണെങ്കിൽ അവരുടെ തന്നെ ഒരു ചാറ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ബ്രേക്കപ്പ് ഒക്കെ ആയി കഴിയുമ്പോഴാണ് നമ്മൾ പഴയ ചാറ്റുകൾ സ്ക്രോൾ ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം മിക്കവാറും നമ്മൾ ചോദിച്ചതിനുള്ള മറുപടി മാത്രമായിരിക്കും ആ തേച്ച ആൾ ഇട്ടിട്ടുണ്ടായിരിക്കും. എപ്പോഴും ബ്രേക്കപ്പ് ആകുമ്പോഴാണ് നമ്മൾ പഴയ ചാറ്റ് എടുത്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് റിപ്ലൈകൾ മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ. അല്ലാതെ അവരെ എഫേർട്ട് എടുത്തിട്ട് നീ കഴിച്ചോ, നീ കുളിച്ചോ, നീ ഓക്കെ ആണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വളരെ റെയർ ആയിരിക്കും അവരുടെ ഭാഗത്തുനിന്ന്. അതാണ് ഞാൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂസിനും പറയുന്നതാണ്, റിലേഷൻഷിപ്പില് പ്രണയത്തില് ഒരാൾക്ക് മാത്രമേ യഥാർത്ഥ പ്രണയമുള്ളൂ, മറ്റേ പ്രണയം അഭിനയിക്കുന്ന ആള് മാത്രമാണെന്ന് പറഞ്ഞതിന് അതിന്റെ താഴെ കുറെ ആളുകൾ കമന്റ് ഇട്ട് അങ്ങോട്ട് മെഴുകിയിട്ടുണ്ടായിരുന്നു. സത്യമാണത്. നിങ്ങൾ തന്നെ ഒന്ന് ചുറ്റുപാട് നോക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. ഞാൻ എപ്പോഴും ആലോചിക്കണ കാര്യം, ഈ കോടാനുകോടി ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഈ ഏറ്റവും തെറ്റായ സെലക്ഷനിലേക്ക് എന്നെ നമ്മൾ എത്തുന്നതാണ് തീർച്ചയായും മനസ്സിലാവാത്ത അല്ലേ. അതെന്തായിരിക്കും അതെന്താണെന്നറിയോ, നമ്മുടെ തന്നെ ഒരു പഴയ ഒരു പാറ്റേൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണെന്ന് പറയണത്. അതായത് നമ്മുടെ തന്നെ ഒരു പാസ്റ്റ്, ഇപ്പൊ എനിക്കൊരു 2-3 റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും. അപ്പൊ എന്റെ ഒരു പഴയ റിലേഷൻഷിപ്പിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, ആ പാറ്റേൺ തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഭാഗത്താണോ കുഴപ്പം? അല്ല, നമ്മൾ റെഗുലർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ പറ്റിയ ആളുകളിലേക്ക് മാത്രമേ നമ്മൾ അട്രാക്റ്റഡ് ആവുള്ളൂ. അതങ്ങനെയാണ്, ആ അട്രാക്ഷൻ തിയറി അങ്ങനെയാണ്. അതായത് നമുക്ക് എപ്പോഴും അങ്ങനത്തെ ആളുകളെ അട്രാക്റ്റഡ് ആവാനാണ് നമ്മുടെ വിധി, അങ്ങനെ വരൂ. പിന്നെ ഇപ്പൊ ഒരുപാട് റെഡ് ഫ്ലാഗ്സ് ആണ് കൂടുതൽ എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. അതിനെ പറ്റി ടീച്ചർക്ക് എന്താ തോന്നുന്നത്? ഈ റെഡ് ഫ്ലാഗ്, ഗ്രീൻ ഫ്ലാഗ് എന്നൊക്കെ നമ്മളിപ്പോ അതിന് പേരിട്ട് വിളിക്കണതല്ലേ. പണ്ടുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ മ്യൂച്വൽ റെസ്പെക്ട് ഇല്ലാത്ത ഒരു ബന്ധവും മുന്നോട്ട് പോവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്നേഹം, പ്രേമം സംഭവങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഡെവലപ്പ് ചെയ്തെടുക്കാം. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബഹുമാനം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം 4 ആൾ കൂടുന്ന സദസ്സിൽ ഞാൻ ചിലപ്പോൾ എന്റെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വലിയ ആളാവാൻ വേണ്ടി എന്റെ പാർട്ട്ണറെ ചീത്ത വിളിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവിടെ ഒരു സ്നേഹമില്ല, ഒരു കോപ്പില്ല അല്ലെ. സ്നേഹമുള്ള ഒരാള് നമ്മളുടെ പാർട്ട്ണർ അവിടെ അപമാനിതയാവാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല. അതാണ് നമ്മളുടെ അവരുടെ റെസ്പെക്ട് എന്നും ഉയർന്നു നിൽക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. അതല്ലാതെ എന്റെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ കുറച്ചൊന്ന് താഴ്ത്തി പറയാൻ അവളെയോ അവനെയോ താഴ്ത്തി പറയാൻ തയ്യാറാവണമെങ്കിൽ അവിടെ സ്നേഹമൊന്നുമില്ല, വെറും പ്രകടനവും പ്രഹസനവും മാത്രമാണ്. അപ്പൊ മ്യൂച്വൽ റെസ്പെക്ട് ഇല്ലാത്ത ഒരു ബന്ധവും ഇന്ന് വരെ കണ്ടിന്യൂസ് ആയിട്ട് നിലനിന്ന് പോയിട്ടില്ല. ഞാൻ എപ്പോഴും അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഏറ്റവും നല്ലൊരു കപ്പിളിനെ, ഫിലിം ഫീൽഡിലുള്ള ഒരു കപ്പിളിനെ പെട്ടെന്ന് ഓർമ്മ വരുന്നു പറയും, ജ്യോതിക സൂര്യ, അതുപോലെ തന്നെ ജനീലിയ, ഹൃദേശ് ദേശ്മുഖ്. പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ ഭയങ്കര അഡ്മയർ ചെയ്യുന്നൊരു കപ്പിളാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവര് ഒരു വട്ടം എവിടെ ഒരു ഇന്റർവ്യൂവിൽ എന്താ പറയുക, ഞങ്ങൾ ഒരു വട്ടം പോലും ഒരു വാക്ക് തർക്കം, ഒരു ആർഗ്യുമെന്റ് ഒന്നും, തെറ്റ് വാക്ക് തർക്കോ ആർഗ്യുമെന്റ് ഇല്ലാത്ത ഒരു നല്ല റിലേഷൻ ഇവിടുന്ന് ഞാൻ ആർഗ്യുമെന്റ് ഇല്ലാത്ത റിലേഷൻഷിപ്പാണ് ഞാൻ പറയണേ. മുട്ടൻ അടികൾ ഉണ്ടാവണം. ഞാനത് എവിടെയെങ്കിലും ഡോക്ടർക്ക് എന്തായാലും കാണിച്ചു തരും. മുട്ടൻ അടികൾ ഉണ്ടാവണം. അത് അവര് പറഞ്ഞല്ലേ, നമ്മൾ തമ്മിൽ തല്ലുകൂടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മൾ ഒന്നില്ലെങ്കിൽ മറ്റാളെ പേടിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അതായത് തല്ലുകൂടാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മൾ അയാളെ ഭയങ്കരമായി പേടിക്കുന്നു. അതായത് ഈ റിലേഷൻഷിപ്പിൽ നിലനിന്ന് പോകാനായിട്ട് ഞാൻ അയാളെ പേടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യങ്ങൾ പോലും പറയാതെ ഞാൻ സ്വയം സഫർ ചെയ്യുന്നിടത്താണ് തല്ലുകൂട്ടില്ലാണ്ടിരിക്കുക. ചിലപ്പോൾ ഇപ്പൊ ഇവിടെ വന്നിരിക്കും, മെഹർ വന്നിരുന്ന ചില ഡയലോഗുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ മെഹറിന്റെ അടുത്ത് അത് പറയാൻ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? ഇനിയിപ്പോ അത് പറഞ്ഞു കഴിഞ്ഞാൽ മെഹറിന് വിഷമാവോ, അതല്ലെങ്കിൽ ഞാനും മെഹറും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ടാവോ എന്ന് ആലോചിക്കുമ്പോൾ പറയുന്നില്ല. അപ്പൊ അവിടെ
പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളില്ലാത്ത റിലേഷൻഷിപ്പ് അല്ല, മുട്ടൻ അടികൾ ഉണ്ടായിട്ട് ആ അടികളിൽ നിന്ന് തിരിച്ചു വരുന്നവരാണ്. അതായത് നമ്മൾ തല്ലുകൂടുന്നത് എപ്പോഴും അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. അതായത് നമുക്ക് ഒരേ അടി തന്നെ ആവർത്തിക്കരുത്, പുതിയ പുതിയ അടികൾ ഉണ്ടാക്കണം. അതിന് ത്രില്ലിംഗ് ആയിട്ടുള്ള അടികൾ ഉണ്ടാക്കണം. അടി കഴിഞ്ഞിട്ട് കൂട്ടാവുന്നില്ലേ, ഭയങ്കര രസാ അല്ലെ, ഭയങ്കര സ്നേഹ. അപ്പൊ എന്നും ഇങ്ങനെ അടിയിലാണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താ രസമുള്ളത്? നല്ല നല്ല അടികൾ ഉണ്ടാവും. പക്ഷെ അടി കൂടുമ്പോഴും നമ്മുടെ ഉള്ളില് ആ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അടി കൂടേണ്ടത്. അടി കൂടുന്ന സമയത്ത് ഞാൻ ജയിക്കണം എന്നുള്ള ചിന്തയിലല്ല അടി കൂടേണ്ടത്. അതായത് ഇതിന്ന് നമുക്കൊരു സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് തല്ലുകൂടണം. അതായത് നമ്മളിങ്ങനെ പുറകിലാണെങ്കിലും കൈ മുറുകെ, അതായത് പുറത്തേക്ക് അല്ലെങ്കിലും നമ്മുടെ കൈ വിട്ടിട്ടുണ്ടാവരുത്. രണ്ടുപേരും ഒന്നിച്ച് കൈകോർത്ത് പിടിച്ചിട്ടായിരിക്കണം അടി മുന്നോട്ട് പോകേണ്ടത്. ഞാൻ എപ്പോഴും ഒരു പോസ്റ്റർ കണ്ടത് ഓർക്കുന്നു. അതായത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലുകൂടിയിരിക്കുകയാണ്. പക്ഷെ ആ പോസ്റ്ററിൽ എന്താ കാണിക്കുന്നത് വെച്ചാൽ നല്ല മഴയത്ത് ഭാര്യ ഇരിക്കുകയാണ്. അത് ആ പോസ്റ്ററിന്റെ ഒരു സംഭവം ഇങ്ങനെയാണ്, നല്ലൊരു മഴയത്ത് ഒരു ഭാര്യ ഇങ്ങനെ ഇരിക്കണം. അപ്പം അവർ തല്ലുകൂടിയിട്ടിരിക്കുക. പക്ഷെ ഭർത്താവ് ഇങ്ങനെ ഗൗരവത്തില് കൊട ഇങ്ങനെ നീട്ടി പിടിച്ചു കൊടുത്തിരിക്കണം. അതിനർത്ഥം അവര് തമ്മില് പുറമേക്ക് തല്ലുകൂട്ടത്തിലാണ്, പക്ഷെ ആ കെയറിംഗ് ഉണ്ട്, ആ ഒരു ഇഷ്ടം അവിടെ ഉണ്ട്. ആ രീതിയിൽ വേണം ആ തല്ലൂട്ടം മുന്നോട്ട് പോകാൻ. അതായത് നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ തുറന്നു പറയാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കണം നമ്മൾ ആ തർക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ കേൾക്കുന്നതാണ്, ആദ്യം റിലേഷൻ ഒക്കെ തുടങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് മാറി. അതൊക്കെ എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഇവോൾവ് ചെയ്ത് വരല്ലേ. നമ്മൾ ഡേ വണ്ണിലുള്ള അതുപോലെ തന്നെ നമുക്ക് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നിലനിൽക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറയണ ആ ഒരു ഡേ വണ്ണിലുള്ള ആള് ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുമ്പോഴാണ് ആ മാറ്റം ഉണ്ടാവുന്നത്. കാരണം ആദ്യത്തെ ദിവസം നമ്മൾ പരിചയപ്പെടുമ്പോൾ നമ്മൾ വളരെ ഫോർമൽ ആയിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ചിലപ്പോൾ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തി കൊടുക്കുന്നുണ്ടായിരിക്കും. ആ ലവ് ബോംബിംഗ് ഒക്കെയാണ് അതിനെ പറയാം. അതായത് നമ്മൾ അവരെ പ്ലീസ് ചെയ്യാനായിട്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അവർ പറയാതെ തന്നെ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നു. അവരുടെ ബർത്ത്ഡേസും അവരുടെ എല്ലാ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ അതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ അന്ന് എന്നെ എത്രമാത്രം അവന് ഒലിപ്പിച്ച് സംസാരിക്കാറുണ്ട്, എത്ര മണിക്കൂറുകളോളം ഞങ്ങൾ ഫോണിൽ സംസാരിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ അതെല്ലാം കുറഞ്ഞു വന്നല്ലോ. അത് ഇവോൾവ് ചെയ്ത് വരും. ആദ്യത്തെ ഡേ വൺ നമ്മൾ പരിചയപ്പെട്ട അതേ ആളായിരിക്കില്ലല്ലോ ഇപ്പോഴും ഉണ്ടാവുക. പക്ഷെ ആ സ്നേഹത്തിന്റെ എലമെന്റ് കുറയാതെയുള്ള ഇവോൾവിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പില് നമ്മളിപ്പോ ഒരു ഫിസിക്കലി ക്ലോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിൽ താല്പര്യം പോകുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഇതിനോട് ടീച്ചർ യോജിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ ശരിക്കും? അതായത് ഒരു സ്നേഹത്തിന്റെ ഒരു അൾട്ടിമേറ്റ് ലെവലിൽ എത്തുമ്പോൾ നമുക്ക് ചിലപ്പോ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ എത്തിപ്പോകാം. കാരണം നമ്മൾ ഈ പഴയ കാലഘട്ടത്തിൽ പറയുന്ന പോലെ വിരൽത്തുമ്പിൽ പോലും സ്പർശിക്കാതെ ഒന്നും പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് വീഡിയോ ഒന്നുമല്ല ഞാൻ. കാരണം ഞാൻ പറയുന്ന ആ സ്നേഹത്തിന്റെ, അതായത് പഴയ കവികളൊക്കെ പാടാറുണ്ട്, മാംസ നിബദ്ധമല്ല രാഗം. മലയാളം അറിയോ കുട്ടിക്ക്? ഇല്ല. അജിൻ സാറിന്റെ മോളല്ലേ, അജിൻ സാറിന് ഈ മലയാളം പറഞ്ഞ അറിയുന്നുണ്ട്. മാംസ നിബദ്ധമല്ല രാഗം എന്ന് പറഞ്ഞാൽ മാംസത്തിനെ സ്നേഹിക്കുന്നതായിരിക്കരുത് പ്രേമം എന്നാണ് അർത്ഥം. അതായത് ഇവര് പഴയ ആളുകളൊക്കെ പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് അവളെ നമ്മളിങ്ങനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം, കണ്ണിൽ നോക്കിക്കൊണ്ടിരിക്കണം, അവളെ ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് മാറോട് അണയ്ക്കാം, കൂടി ഒന്ന് നെറ്റിയിലൊന്ന് ചുംബിക്കാം, അവിടെ വരെയൊക്കെ സ്നേഹം എത്താൻ പാടുള്ളൂ എന്നാണ് പഴയ ആളുകൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു മോഡേൺ ട്രെൻഡില് നമ്മൾ അതും കടന്ന് ആ ഒരു പരിധിയൊക്കെ ബ്രേക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാം. പക്ഷെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കാം, നമ്മൾ ഒരാളുടെ നമ്മുടെ ശരീരത്തിൽ ഒരാൾക്ക് അധികാരം സ്ഥാപിക്കാൻ നമ്മൾ അവസരം കൊടുക്കുമ്പോൾ അയാളെ നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കണം. അതായത് ഇന്ന് കണ്ട് നാളെ പോയിട്ട് ഈ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതായത് ആ ഒരു ബന്ധം ഒരു കുറേ നാളുകൾ, കുറേ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഈസ് ദ റൈറ്റ് പേഴ്സൺ എന്ന് നമുക്ക് തോന്നുന്ന ഒരു സമയത്ത് മാത്രമേ ഈ പറയുന്ന ഒരു ഫിസിക്കൽ ഇന്റിമസിയിലേക്കൊക്കെ നമ്മൾ കടക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇന്ന് കണ്ടു നാളെ ഓയോ റൂം എടുത്തു അവിടെ പോയി സ്റ്റേ ചെയ്തു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഊഹിച്ചു കഴിഞ്ഞാൽ അറിയാലോ. അതൊക്കെ വെറും. പക്ഷെ ഇപ്പം നമ്മൾ ഒരുപാട് ഹുക്കപ്സ്, പിന്നെ വൺ നൈറ്റ് സ്റ്റാൻഡ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ദിവസം നിലനിൽക്കുന്നതാ? ഇല്ല, അതൊന്നും അതിനകത്തൊരു ഇതുണ്ടാവില്ല. ചിലപ്പോ അവര് തമ്മിലുള്ള ബന്ധം എന്താന്ന് വെച്ചാൽ ഇഷ്ടമാണ്, പക്ഷെ നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പിലൊന്നും അല്ല എന്ന് പറയുന്ന ആൾക്കാരാണ്. അതൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു. ഈ പറയുന്ന ഹുക്കപ്സും വൺ നൈറ്റ് സ്റ്റേ എന്ന് പറയുന്ന വേർഡ്സ് ഉണ്ടായിരുന്നില്ല എന്നുള്ളൂ. നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കോഴികളൊക്കെ ഈ മറ്റേ ബോബനും മോളിയില് ഹിപ്പിച്ചായന്റെ കഥ വായിച്ചിട്ടുണ്ടാ? ഞാൻ ജനിച്ച കാലം മുതൽ വായിക്കുന്ന ഹിപ്പിച്ചായന് ഒരുപാട് പെണ്ണുങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പെണ്ണുകേസ് ഉണ്ടായിരുന്നു. അതിലെവിടെയെങ്കിലും ഹുക്കപ്സ്ന്നോ വൺ നൈറ്റ് സ്റ്റേ നമ്മൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനത്തെ ഹിപ്പിച്ചായന്മാര് പഴയ കാലഘട്ടം മുതലേ ഉണ്ടായിരുന്നു. ഇന്നുണ്ട്, അന്നുണ്ട്, പണ്ടുണ്ട്, നാളെയുണ്ട്. നമ്മൾ ഇന്ന് അതിന് പേരിട്ട് വിളിക്കണമെന്ന് മാത്രം. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങള് എനിക്ക് പറ്റില്ല, ചിലപ്പോ മെഹറിനും പറ്റുന്നുണ്ടാവില്ല. പറ്റുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പറ്റണവർ ചെയ്യട്ടേന്നേ. 8ന്റെ പണി കിട്ടുമ്പോൾ അവർ പഠിക്കും. അതെ. പക്ഷെ അതിൽ പ്രശ്നം എന്താ പറയുക, അവരല്ല പഠിക്കുക, മറ്റേ ആൾക്കാണ് കൂടുതൽ അഫക്ട് ചെയ്യുക. കാരണം എപ്പോഴും ഏറ്റവും നല്ല പെൺപിള്ളേര് പോയി പെടുക ഇങ്ങനത്തെ ലോക്കൽ അലവലാതി ആൺപിള്ളേരുടെ അടുത്താണ്. ഏറ്റവും ഭംഗിയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള പെൺപിള്ളേര് പോയി പെടുക കുറെ ലോക്കൽസിന്റെ ഇടയിലാണ്. ലോക്കൽ എന്ന് ഞാൻ പറഞ്ഞത് പണം ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടാ, അലവലാദികളായിട്ടുള്ള ആൺപിള്ളേർക്ക് കിട്ടുന്ന
അലവലാദികൾ ഇൻ ദ സെൻസ് എല്ലാ തെണ്ടിത്തരത്തിനും നടക്കുന്ന ആൺപിള്ളേരുടെ അവരുടെ റിലേഷൻഷിപ്പിലുള്ള പെൺപിള്ളേരെ കണ്ടാൽ നമുക്ക് തോന്നും അയ്യോ ഇത്ര ഭംഗിയുള്ള പെണ്ണ ഇതാണോ അവന്റെ, അങ്ങനെ അത് എന്ത് സംഭവം എനിക്ക് മനസ്സിലാവും. കുളിക്കാണ്ട് നനയ്ക്കാണ്ടൊക്കെ നടക്കുന്ന ചെക്കന്മാരാണ് ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ഇഷ്ടം. ഇപ്പഴത്തെ ഫാഷൻ ആയിരിക്കും, പറയാൻ പറ്റില്ല. അതെ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ റിലേഷൻഷിപ്പിനെക്കാട്ടിലും കൂടുതൽ കണ്ടുവരുന്നതാണ് സിറ്റുവേഷൻഷിപ്പ്. അതായത് നമുക്ക് ഇവിടെ പോകുമ്പോ, അതായത് ഇപ്പൊ ഇവിടെ ഫ്ലോറിൽ വരുമ്പോ മെഹറിന് ഇവിടെ ഒരാള്, ഫ്ലോറിൽ നിന്ന് ഇറങ്ങുമ്പോ വേറൊരാള്, വണ്ടിയിൽ കയറുമ്പോ അതല്ലേ ഉദാഹരണ സഹിതം പറയുമ്പോ അതല്ലേ, വീടിന്റെ അടുത്തൊരാള്, കോളേജിൽ പഠിക്കാൻ പോകുമ്പോ ഒരാള്, അല്ലെ, ആ രീതിയിൽ. അതാണ് സിറ്റുവേഷൻഷിപ്പ്. പറയൂ, പക്ഷെ നിങ്ങൾ പറയൂ എന്താണ് സിറ്റുവേഷൻഷിപ്പ്? എനിക്ക് സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. എന്നാലും സ്വന്തം പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരുപാട് സിറ്റുവേഷൻഷിപ്പ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ എന്റെ എന്താണ് സിറ്റുവേഷൻഷിപ്പ്? ആ ഒരു ബന്ധത്തിനെ പറ്റി അവർക്ക് പറയാൻ അറിയില്ല. അതാണ് മെയിൻ ആയിട്ട് എനിക്ക് മനസ്സിലായിടത്തോളം സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് അത് റിലേഷൻഷിപ്പ് ആണോ അല്ല, ഫ്രണ്ട്സ് ആണോ അല്ല, ഇതിന്റെ ഒരു ബെസ്റ്റിയുടെ ഒക്കെ തന്നെ ഒരു വേറെ വേർഷൻ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ സിറ്റുവേഷൻഷിപ്പിന്റെ ഉള്ളിൽ ഒരു ഫിസിക്കൽ ഇന്റിമസി ഉണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം. എന്താ സംഭവം? ഈ സിറ്റുവേഷൻഷിപ്പിനെ വളരെ ലളിതമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, ഇപ്പൊ മെഹർ ഇപ്പൊ ഇവിടെ ഇട്ടിരിക്കുന്ന ഈ വേഷം, ഈ വേഷത്തിന് എന്നിട്ട് പറയാം കഫ്താനല്ലത് അല്ല, ഇത് ചുരിദാർ പാകിസ്ഥാനി. പാകിസ്ഥാനി. മെഹർ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നു, പാകിസ്ഥാനി ഡ്രസ് ഇട്ട് വന്നിരിക്കുന്നു. മെഹർ ഇപ്പൊ ഒരു കോൺവൊക്കേഷൻ സ്റ്റേജിൽ കയറുമ്പോൾ ഇടുന്ന ഡ്രസ്സ് വേറെ ആയിരിക്കും, ട്രിപ്പ് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് വേറെ ആയിരിക്കും, നൈറ്റ് വെയർ ഇടുന്നത് വേറെ ആയിരിക്കും, ഫ്രണ്ട്സിന്റെ കൂടെ ചില്ല് ചെയ്യുമ്പോൾ ഇടുന്ന ഡ്രസ്സ് വേറെ ആയിരിക്കും. അങ്ങനെ ഓരോ സ്ഥലത്ത് നമ്മൾ പല പല സംഭവങ്ങളാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് ഇവിടെ ഇതാണ് മെഹറിന് കംഫർട്ട്, വീട്ടിൽ അതാണ് കംഫർട്ട്, ട്രിപ്പ് പോകുമ്പോൾ അതാണ് കംഫർട്ട്. അപ്പൊ അതായത് സിറ്റുവേഷൻ അനുസരിച്ച് മെഹർ പല പല ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നു. അത്രേ ഉള്ളൂ ഇത്. അതായത് എപ്പോഴും ഒരേ സാധനം തന്നെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബോറടിയാണ്. അപ്പൊ അവർക്കും വേണ്ടേ ഒരു വ്യത്യസ്തത. അങ്ങനെ വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ആളുകളാണ് പല പല സംഭവങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഇത്തരം സിറ്റുവേഷൻഷിപ്പുമായി നടക്കുന്ന ആളുകളിൽ നമ്മൾ ചെന്ന് പെടാതിരുന്നാൽ മതിയെന്ന്. അവരെ നന്നാക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ ചെന്ന് പെടുമ്പോൾ നമ്മൾ അവരെ കുറിച്ച് പ്രോപ്പറായിട്ട് തന്നെ അന്വേഷണം. ഒരാളെ പെട്ടെന്ന് കണ്ടു, അപ്പൊ തന്നെ ഒരു ക്രഷ് തോന്നി, അപ്പൊ തന്നെ അത് ഇൻഫാക്ച്വേഷനായി, ഇൻഫാക്ച്വേഷൻ വളർന്ന് മനസ്സിനുള്ളിൽ മഞ്ഞ് പെയ്യുന്ന സുഖമൊന്നും വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നടക്കില്ല. കാരണം ഇന്ന് പ്രത്യേകിച്ചും ഈ ഫോൺ ഉള്ളത് കൊണ്ട് നമുക്ക് ആരെ വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചീറ്റ് ചെയ്യാൻ പറ്റും. പഴയ കാലഘട്ടത്തിൽ അതൊന്നും പറ്റില്ല. ഒരു പ്രേമലേഖനം എഴുതണം, ഒരു സുഹൃത്തിന്റെ കയ്യിൽ കൊടുത്തു വിടണം, അവരെന്നിട്ട് അത് ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ അടച്ചു വെക്കണം, വീട്ടിൽ അവരെത്തിയിട്ട് അത് തുറക്കുമ്പോൾ ആ പ്രേമലേഖനം വായിക്കണം. എന്ത് വലിയ പ്രൊസീജിയറാണെന്നറിയോ? അതിന്റെ മറുപടി കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച അവർ ട്യൂഷൻ ക്ലാസ്സിൽ വരണം, ട്യൂഷൻ ക്ലാസ്സിൽ നോക്കി കണ്ണിൽ നോക്കണം. ഇപ്പൊ അങ്ങനെയൊന്നുമല്ലോ, ക്വിക്കല്ലേ. അപ്പൊ ആ ചീറ്റിങ്ങും വളരെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ നമ്മള് ഡിസിഷൻ എടുക്കുമ്പോൾ ഒന്ന് പ്രോപ്പർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിന്നൊക്കെ ഒരു പരിധി വരെയൊക്കെ. പിന്നെ നമ്മൾ വീഴാനുള്ളതാണെങ്കിൽ നമ്മൾ വീണിരിക്കും, വരാനുള്ളതാണെങ്കിൽ വന്നിരിക്കും. വണ്ടി വിളിച്ചിട്ടാ ട്രെയിൻ പിടിച്ചിട്ടൊക്കെ വരാളത് വരും. ഇപ്പൊ നമ്മള് നോക്കുവാണെങ്കിൽ മാരേജസ് ഒക്കെ ഫെയിലിയർ ആണ്. ലവ് മാരേജ് ആയിക്കോട്ടെ, ലവ് മാരേജിനാണ് ഇപ്പൊ നമുക്ക് കുറച്ച് നാള് അറിയാം, അറിഞ്ഞിട്ട് നമ്മള് കല്യാണം കഴിച്ചിട്ടാണെങ്കിലും അതും ഫെയിലിയർ ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ കുറെ നാള് പരിചയമുള്ള ആളായിക്കോട്ടെ, ഇപ്പൊ ഒരു 10 വർഷം റിലേഷനിലായിരുന്നിട്ട് കല്യാണം കഴിച്ചവര് വരെ ഡിവോഴ്സ് ആയിട്ടുള്ളവരെ എനിക്കറിയാം. പക്ഷെ ഇപ്പൊ ഈ അറേഞ്ച് മാരേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ 2 ആഴ്ചയിൽ പെട്ടെന്ന് ഒന്ന് മിഠായി കൊടുക്കണു, എൻഗേജ്മെന്റ് ആക്കണു, 1 മാസത്തിൽ കല്യാണം. അപ്പൊ ശരിക്കും ഇതിന്റെ ഒരു സംഭവം എന്താണ്? മാരേജ് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ, ഏതാ നല്ലതെന്നാണ്? ഞാൻ പറയുകയാണെങ്കിൽ മാരേജ് എന്ന് പറയുന്നത് നമുക്കൊരു റൈറ്റ് പേഴ്സണെ കണ്ടെത്തിയാൽ മാത്രം ചെയ്യേണ്ട ഒരു സംഭവമാണ്. അല്ലെങ്കിൽ മാരേജ് എന്ന് പറയുന്നത് നിർബന്ധമേ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തിട്ട് ലവ്, എന്തിട്ട് അറേഞ്ച്ഡ്, നമുക്ക് ആ ഒരു പേഴ്സൺ ഒരു റൈറ്റ് പേഴ്സൺ ആണെന്ന് അയാള് തോന്നുന്ന ഒരു ഡേ വന്നാൽ മാത്രമേ കല്യാണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സിംഗിൾ ആയിട്ട് നടന്നോ, കല്യാണം കഴിച്ചില്ലെന്ന് വെച്ചാൽ ആരെങ്കിലും നിങ്ങളെ മറ്റേ മരത്തുമ്പോൾ കെട്ടിയിട്ട് തല്ലുവോ? നമ്മുടെ വീട്ടുകാർ ചിലപ്പോൾ 4 ദിവസം പറയായിരിക്കും, അല്ലെങ്കിൽ നാട്ടുകാർ കുറച്ച് ദിവസം പറയായിരിക്കും. നമുക്കൊരു റൈറ്റ് പേഴ്സൺ ആണെന്ന് തോന്നാത്ത ഒരാളുടെ കൂടെ നമുക്ക് അധികം കാലം നിന്ന് പോകാൻ പറ്റില്ലാന്ന്. ഇപ്പൊ ഈ പറഞ്ഞ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞല്ലോ, ഇപ്പൊ കൂടുതലാണ്, പണ്ട് കുറവാണ്. പണ്ട് എന്ന് പറഞ്ഞാൽ അവർ കുറെയൊക്കെ സഫർ ചെയ്ത് നിന്നിട്ടുണ്ടായിരിക്കും. കാരണം അന്നത്തെ ഒരു ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ ഡിവോഴ്സിന്റെ എണ്ണം ഒന്നും അധികം ഉണ്ടാവില്ല. കാരണം ആളുകൾ അതിനെ കാണുന്നത് തന്നെ വളരെ മോശമായിട്ടായിരുന്നു. ഇന്നിപ്പോ അങ്ങനെയല്ല, ഡിവോഴ്സ് ചെയ്യുന്നു, സെപ്പറേറ്റഡ് ആവുന്നു, വേറെ ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്നു, സിംഗിൾ പാരന്റിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ, അതായത് ഇപ്പൊ സമൂഹം മാറും, നമ്മൾ അതിനനുസരിച്ച് മാറിപ്പോകുന്നു. അല്ല, ഇപ്പൊ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ ചായ കുടിക്കണ കഥ, ആ ചായ കുടിക്കണ കഥയെ നമുക്ക് മാറ്റം വരണമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയാണെന്ന് ഇപ്പൊ എന്റെ മോളുടെ അടുത്തൊക്കെ ഞാൻ പറയാറുണ്ട്, അവൾക്ക് 21 വയസ്സാണ്, അവളോട് ഞാൻ പറയാറുണ്ട് പെട്ടെന്ന് ഓടിപ്പോയി കല്യാണം കഴിക്കണതിനെ കുറിച്ച് മോള് ചിന്തിക്കേണ്ട. കല്യാണം താല്പര്യമില്ല. പക്ഷെ ഞാൻ അവളോട് പറയാം അങ്ങനെയല്ല വേണ്ടത്. ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അയാളുടെ കൂടെ കുറച്ച് കാലം, അതായത് ഒരു എന്താ പറയാ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കാനല്ല ഞാൻ പറയണേ, എങ്കിലും അയാളുടെ കൂടെ കുറച്ച് കാലം ഒന്ന് സ്പെൻഡ് ചെയ്യുമ്പോൾ അയാൾ എന്താ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. എത്ര കാലം നടന്നാലും ചില ആളുകളുടെ ഉള്ളിലിരിപ്പൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. എന്നാലും ഒന്നും അറിയാതെ ഒരു പടുകുഴിയിലേക്ക് പോയി ചാടുന്നതിനേക്കാളും ഭേദമല്ലേ അത്? ടീച്ചർ ഞരമ്പ് രോഗം അതിപ്പോഴും ഞരമ്പ് രോഗം തന്നെയല്ലേ? പേരെങ്ങാനും മാറ്റിയിട്ടില്ലല്ലോ, സംഭവം തന്നെ. കാര്യം മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ അത് ഏതൊരു പ്രായക്കാരിലായിരിക്കും അത് ഏറ്റവും കൂടുതൽ എന്ന് തോന്നി? 40 കഴിഞ്ഞവരില്.
കാരണം ഞാൻ ഒരു തവണ ബസ്സിൽ യാത്ര ചെയ്യും, ഒരു 4-5 വർഷം മുന്നെയാണ്. അപ്പൊ ഞാനിങ്ങനെ ബസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എന്റെ ഇപ്പുറത്തുള്ള സീറ്റിലും ഫ്രീ ആണ്, പിന്നെ ബാക്കിലൊരു സീറ്റും ഫ്രീ ആണ്. അപ്പൊ ഒരു ചേട്ടനാണെങ്കിൽ ഒരു എങ്ങനെ പോയാലും ഒരു 55-60 വയസ്സ് കാണും. ഫ്രസ്ട്രേഷൻ ആണ്. ഇയാളാണെങ്കിൽ എനിക്ക് ഇയാൾ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ആദ്യം പാവ തോന്നി. ഇയാൾ ഇങ്ങനെ നിൽക്കുന്ന കാണുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു വലിയ ബാഗൊക്കെ ഉണ്ട്, പാവം തോന്നാം. അപ്പൊ ഈ പുള്ളി എന്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ ചോദിച്ചു പാവല്ലേ, ഇരുന്നോട്ടെ സാരമില്ല എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് മനഃപൂർവ്വം നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ ഇതാവുന്നതും മനസ്സിലാവും. പിന്നെ ഇയാൾ എന്റെ അടുത്തേക്ക് എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു ചേട്ടാ മര്യാദക്ക് ഇവിടെ നിന്ന് എണീച്ചോ അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുമെന്ന് പറഞ്ഞു. പിന്നെ എനിക്കറിയില്ല അയാൾ ഏത് സ്റ്റോപ്പിൽ ഇറങ്ങിയെന്ന് എനിക്കറിയില്ല. ലൈംഗിക ദാരിദ്ര്യം അതാണ് അതിന് പറ്റിയ വാക്ക്. കാരണം എന്താ വെച്ചാൽ അവർക്ക് അതാത് സമയങ്ങളിൽ കിട്ടേണ്ടതായ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പൊ ഒരു 40 വയസ്സ് 45 വയസ്സ് കഴിയുമ്പോൾ എവിടെ നിന്നില്ലാത്തൊരു ധൈര്യം അവർക്ക് വരികയാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ട് അത്, 2 കൂട്ടർക്കും ഉണ്ട് അത്. അവർക്ക് ഈ 45 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി ലൈഫിന്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ. ഇനിയിപ്പോ എന്തായാലും പ്രത്യേകിച്ച് നമ്മൾ ആരും ജഡ്ജ് ചെയ്യാനൊന്നും വരുന്നില്ലല്ലോ. അതാണ് എപ്പോഴും 40 കഴിഞ്ഞ സ്ത്രീ ഒരു പരിചയമില്ലാത്തൊരു സ്ത്രീയുടെ അടുത്ത് എങ്ങനെ പരിചയമുള്ള സ്ത്രീനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണല്ലോ. നാട്ടുകാർ അറിയില്ലേ, പരിചയമില്ലാത്ത സ്ത്രീകളുടെ അടുത്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പരിചയമില്ലാത്ത ആളുകളുടെ അടുത്ത് ചെയ്യാനാണ് അവർക്ക് എളുപ്പം. പരിചയമുള്ള അടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാരും അപ്പുറത്തുള്ളവരൊക്കെ അറിയും. പരിചയമില്ലാത്തവരാകുമ്പോൾ അവർക്ക് എളുപ്പമാണല്ലോ. അതിന് വേണ്ടി ചിലപ്പോൾ അവര് ബസ്സിൽ യാത്ര ചെയ്ത് കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ ബസ്സിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അത് ലൈംഗിക വൈകൃതമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? അത് ഭയങ്കര വിഷമമായിട്ടുണ്ടാവില്ല. ഞാനിങ്ങനെ ഭയങ്കര ഒരു ട്രോമറ്റൈസിങ് അവസ്ഥയിലേക്ക് പോയി. കാരണം ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ പക്ഷെ അവരെ നമ്മൾ ഒറ്റ ഓളിട്ട് കഴിഞ്ഞാൽ അവര് പൂട്ടാ. അതിനുള്ള ധൈര്യം ചേട്ടൻ ഇവിടെ ഇപ്പൊ എണീച്ചില്ലെങ്കിൽ വണ്ടി കിടന്ന് ഒച്ചപ്പാട്. അതൊന്നും വേണ്ടി വന്നില്ല, അതിന് മുമ്പേ പോയില്ല. എനിക്കറിയില്ല പുള്ളി അവിടെ നിന്ന് എണീക്കണം കണ്ടു. പിന്നെ പുള്ളിനെ കണ്ടു. അപ്പം ടീച്ചർ ആണെങ്കിലും മുന്നൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിഹിതം ഇസ് ഫൈൻ, അവിഹിതം എന്റർടൈൻമെന്റ് ആണെന്നൊക്കെ. പക്ഷെ അവിഹിതം കാരണം ലൈഫ് പോയിട്ടുള്ള ഒരുപാട് പേരെ നമ്മളെ ചുറ്റും കാണുന്നില്ലേ? അതിന് ഞാൻ ആ ഇന്റർവ്യൂല് പറഞ്ഞ ഒരു പാർട്ട് മാത്രമാണ് ആളുകൾ എടുത്തിട്ട് ആഘോഷിച്ചത്. അതിന് തൊട്ട് മുൻപ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അവിഹിതം എന്ന് പറയുന്നത് ഞാൻ എല്ലാവരോടും പോയി അവിഹിതത്തിൽ ഏർപ്പെടണം എന്നല്ല പറഞ്ഞത്. ചില വീടുകളിലൊക്കെ ഭർത്താവിന്റെ അടി ചവിട്ടും കുത്തും സഹിക്കാൻ പറ്റാണ്ട് ചില പെണ്ണുങ്ങൾ തന്നെ ആലോചിച്ച് കരഞ്ഞ് കാലത്തൊട്ട് അന്ത്യാവണവരെ കരയാ. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരാ, അവളെ നോക്കുന്നില്ല, അയാൾ തോന്നിയ പോലെ ജീവിക്കുക. അങ്ങനെ അത് വീടിന്റെ ഉള്ളിൽ വല്ലാത്ത സഫോക്കേഷൻ അനുഭവിക്കുന്ന ചില സ്ത്രീകൾ, പുരുഷനും ആയിരിക്കാം. അതായത് നമ്മുടെ പാർട്ട്ണറെ കൊണ്ട് നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള, അതായത് ഒരു വിവാഹിതത്തിൽ ആവശ്യമായ ഒരു കാര്യങ്ങളും കിട്ടാതെ വീടിനുള്ളിൽ അകപ്പെട്ട് വിഷമിച്ച് ഇത് തന്നെ ആലോചിച്ച് കരഞ്ഞ് അവസാനം സൂയിസൈഡൽ ടെൻഡൻസിയിലേക്ക് വരെ എത്തുന്ന പാവപ്പെട്ട ആളുകളോടാണ് ഞാൻ പറഞ്ഞത് അയാളെ മാത്രം ആലോചിച്ചിരിക്കേണ്ട, നിങ്ങൾ വല്ല വൈഹിതത്തിന് പൊക്കോടാൻ. അതായത് നമ്മളെപ്പോഴും ഒരാളിൽ മാത്രം ആശ്രയിച്ച് ഒരാളെ മാത്രം ചിന്തിച്ച് അയാളെ മാത്രം സ്നേഹിച്ച് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് നമ്മളൊരു വിലയും ഇല്ലെങ്കിൽ കുറെ എഫേർട്ട് ഇട്ട് നോക്കുക. അതായത് നമ്മൾ പറയില്ലേ ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള. ആദ്യം നല്ല രീതിയിൽ പറഞ്ഞു നോക്കുക. ഒക്കെ എല്ലാ തരത്തിലുള്ള സാമം വാദം മറ്റേ സംഭവം എന്താ സാമം വേദം ആ സംഭവം സാമം ദാനം വേദം ദണ്ണം അതെ ആ സംഭവങ്ങളൊക്കെ പരീക്ഷിച്ചിട്ട് നടക്കാണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? തള്ളി അങ്ങോട്ട് കളയാം. കാരണം എല്ലാ തരത്തിലും നമ്മൾ ശ്രമിക്കണം നല്ല രീതിയിൽ. എന്നിട്ട് അവര് നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. ഒരു വിവാഹ ജീവിതത്തിൽ വേണ്ടുന്നതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത് പരിഗണനയാണ്. അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ഇവരെ തന്നെ ആലോചിച്ച് മോങ്ങിക്കൊണ്ടിരിക്കേണ്ട, നിങ്ങൾ വല്ല അവിഹിതത്തിന് പൊക്കോന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എല്ലാവരും അവിഹിതം ഈസ് ഫൈൻ അത് മാത്രമാണ് എല്ലാവരും അതിൽ ഏറ്റവും രസം എന്ന് പറയും. അതിന്റെ താഴെ ഇത് പറഞ്ഞ് മെഴുകുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് ഈ പറയുന്ന രാത്രി തോർത്തുമുണ്ട് ഇട്ടിട്ട് പോകുന്ന മെയിൻ ആൾക്കാരാണ് അതിന്റെ അടിയിൽ വന്ന് അയ്യോ ഇവൾ എന്തൊക്കെയാണ് ഈ കിടന്ന് വിളിച്ചു പറയുന്നത്, ഈ പെണ്ണും പിള്ളക്ക് ഒരു പണിയുമില്ലേ എന്ന് പറഞ്ഞ അവനും അവളുമാണ് 4-5 പെണ്ണുങ്ങളെ ആണുങ്ങളെ വെച്ചോണ്ടിരിക്കുന്നത്. അവർക്ക് നാണില്ല അല്ലെ? വെറുതെ ഫേക്ക് ചെയ്യാന്നേ വന്നിട്ട് ഇങ്ങനെ ഫേക്ക് കോളികളാണ് അധികവും. അവരുടെ കമന്റുകളൊക്കെ കാണും. സാധാരണ ആൾക്കാർ ഇങ്ങനെ കമന്റ് എടുത്ത് കൊണ്ടുപോയി പിന്നെ അത് സ്റ്റാറ്റസ് ആക്കി. ഞാൻ അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വിചാരിച്ചു ഇങ്ങനത്തെ ബാഡ് കമന്റ്സ് വരുന്നതോട് സാധനം റീച്ച് ആയി വരുന്നുണ്ട്. അങ്ങനത്തെ കമന്റുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇങ്ങനെ കമന്റ് ഇടുന്ന ആളുകൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ എത്രത്തോളം നെഗറ്റീവ് കമന്റ് ഇടുന്നുണ്ടോ അത്രത്തോളം എന്റെ പേജ് റീച്ച് ആവുന്നുണ്ട്. അതാണ് അവരോടൊക്കെ സഹതാപാണ്. കാരണം അവരവരുടെ കഴുത കാമം കരഞ്ഞു തീർക്കുന്നതാണ് പഴയ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെ കരഞ്ഞ് അതിന്റെ അടിയിൽ വന്ന് കരയിട്ടോ, നല്ല നല്ല രീതിയിൽ കരയേ. അപ്പൊ ഞാൻ അതൊക്കെ കണ്ടിങ്ങനെ ഞാൻ ഒരു സൈക്കോ ആണെന്ന് ഇവർ പലപ്പോഴും മറക്കുന്നു. ഈ കല്യാണവും കഴിഞ്ഞ് ഒരു 40-44 വയസ്സ് ഭാര്യയുണ്ട്, 3 മക്കള്, 4 മക്കളുള്ള ഈ കൂടുതൽ ഭർത്താക്കന്മാരൊക്കെ ഈ അവിഹിതത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ചോദിക്കുമ്പോ ഭാര്യയായിട്ട് ഒരു പ്രശ്നമില്ല, നല്ല സ്നേഹത്തിലാണ്. അതെന്താണെന്നറിയോ, ഈ ഒരു സെക്ഷൽ ഫാന്റസി ആഗ്രഹിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. ഇപ്പൊ മാധവിക്കുട്ടി തന്നെ പണ്ട് ഒരിക്കൽ പറഞ്ഞത് ഞാനിങ്ങനെ ഓർക്കുന്നു. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു ഇണയിലൊന്നും തൃപ്തിപ്പെടാൻ പറ്റുന്ന ആളുകളല്ല നമ്മൾ ആരും, ഒരു മനുഷ്യരും.
അത് നമുക്ക് ശരിക്കും മോണോഗമസ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിലല്ല നമ്മളെയൊന്നും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് പല ആളുകളോട് ഇഷ്ടം തോന്നാം, അതായത് അത് ആ ഇഷ്ടം പലപ്പോഴും തുറന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ ഇപ്പൊ എനിക്ക് തന്നെ പല ആളുകളോട് ഇഷ്ടം തോന്നാറുണ്ട്, അതായത് ഇപ്പൊ എല്ലാവർക്കും തോന്നും, പക്ഷെ അതിങ്ങനെ വന്നിരുന്ന് പറയണമെങ്കിൽ ഒരു ആംബിയർ വേണം. അതായത് അപ്പൊ നമുക്ക് എല്ലാ ആളുകളോടും വഴി നടന്ന് ഇഷ്ടം പറയാൻ പറ്റും. എടാ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ ഇഷ്ടം, അങ്ങനെ വഴി നടന്ന് പറയാൻ പറ്റും. ചില ഇഷ്ടങ്ങളൊക്കെ നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഒതുക്കി വെക്കും. അപ്പൊ അതുപോലെ ഈ മോണോഗമസ് ആയിട്ട് ചിന്തിക്കാൻ പറ്റാത്ത ആളുകൾ, ചില ആളുകൾക്ക് വീട്ടിൽ നിന്ന് ആ ഒരു എന്താ പറയാ എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങൾ കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ അതായത് ഓക്കെ അങ്ങനെ പോകുന്ന വീടുകളുണ്ടാവും, എല്ലാം നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ടോ, അതായത് ഫാമിലി ആയിട്ട് പോകുന്നു, മക്കളെ നോക്കുന്നു, കാലത്ത് ഉറങ്ങിയിരിക്കുന്നു, രാത്രിയാവുന്നു, കഞ്ഞിയും കറിയും വെക്കുന്നു, ഭർത്താവിനെ നോക്കുന്നു, അങ്ങനെ അതായത് ഒരു ഭാര്യയുടെ എല്ലാ കടമയും ചിലപ്പോൾ ആ പെണ്ണ് നിർവഹിക്കുന്നുണ്ടാവും. പക്ഷെ ഒരിക്കലും ആ ഭാര്യയ്ക്ക് ഒരു കാമുകിയാവാൻ പറ്റുന്നുണ്ടാവില്ല. അതായത് സ്ത്രീകൾക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്, അതായത് ഒരു 40 വയസ്സൊക്കെ കഴിയുന്തോറും പെണ്ണുങ്ങൾ ഇങ്ങനെ ആണുങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയും, നിങ്ങളൊന്നും മിണ്ടാടുന്ന മനുഷ്യ, നിങ്ങൾക്ക് വേറൊരു വിചാരമില്ലേ, പിള്ളേരെ വളർന്ന് വലുതായി, അങ്ങനെയൊക്കെ പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അവരാണ് ഈ ആണുങ്ങളെ നശിപ്പിക്കണേ. കാരണം ആണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ തിക്കുറിശില്, പഴയ സിനിമാ നടൻ തിക്കുറിശി പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു പുരുഷന് അവന്റെ ആഗ്രഹങ്ങൾ കെട്ടടങ്ങുന്നത് മരിച്ചിട്ട് അടക്കം ചെയ്യുമ്പോഴാണെന്ന്. അതായത് ആണുങ്ങൾക്ക് ആ വികാരം ഭയങ്കര കൂടുതലാണ്, അവരുടെ ഹോർമോൺ അങ്ങനെയാണ്, അവരുടെ ശരീരത്തിലുള്ള ഹോർമോൺ. അപ്പൊ അവരുടെ ഈ ആഗ്രഹങ്ങളും വികാരങ്ങളും ഒന്നും വീട്ടിൽ നിന്നെല്ലാം നടന്ന് കിട്ടാതാവുമ്പോ പുരുഷന്മാർ വേറെ ചില ബന്ധങ്ങളിലേക്കൊക്കെ പോകും. അത് സ്ത്രീകളാണ് ശ്രദ്ധിക്കേണ്ടത്. സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരെ, അതായത് വീട്ടിലൊന്നും ഈ ഭാര്യമാരധികവും ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ആകെ മുഷിഞ്ഞെന്ന് അറിയാം മാക്സി ഒക്കെ ഇട്ടിട്ടായിരിക്കും പെണ്ണുങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അപ്പൊ അതൊക്കെ കാണുമ്പോൾ ആണുങ്ങൾക്ക് അതിലൊന്നും ഒരു വലിയ സന്തോഷം തോന്നില്ല. അപ്പൊ അവർ നോക്കുമ്പോൾ ബെറ്റർ പേഴ്സൺസ് പുറത്തുണ്ട്, അപ്പൊ അവരുമായിട്ട് എന്തുകൊണ്ട് ഇതായിക്കൂടാന്നൊക്കെയുള്ള ചിന്ത. ഞാനിതിനെ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കില്ല, അതൊക്കെ ആയിരിക്കാം മേ ബി കാരണം. ഇനിയിപ്പോ ഈ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ടായിരിക്കും പോട്ടെ. പിന്നെ നമ്മൾ ഈ റിലേഷൻഷിപ്പിലാണെങ്കിൽ സെക്കൻഡ് ചാൻസ് കൊടുക്കുന്ന ഇത് കേട്ടിട്ടുണ്ട്. പക്ഷെ പറ്റിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം പറ്റിച്ചിട്ടുണ്ടാവും, ചെയ്യാൻ പറ്റുന്ന എല്ലാ ദ്രോഹങ്ങളും ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ വേറെ പെണ്ണുങ്ങളുടെ അടുത്ത് പോയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഇഷ്ടമാണ് എന്നുള്ളൊരു പേര് കാരണം വീണ്ടും സെക്കൻഡ് ചാൻസ് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ശരിക്കും സെക്കൻഡ് ചാൻസ് എന്താ സംഭവം അറിയോ, നമുക്ക് ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുമ്പോഴേ നമുക്കൊരു പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ വരുമ്പോഴാണ് പ്രശ്നം. മഴയൊക്കെ വരുമ്പോൾ നമുക്ക് പണ്ട് അവന്റെ കൂടെ ഇരുന്ന് ചായ കുടിച്ചതും ബൈക്കിൽ പോയതും കാറിൽ പോയതൊക്കെ ഓർമ്മ വരും. എന്തൊരു നല്ല കാലഘട്ടമായിരുന്നു, പക്ഷെ ഇനിയും ഒരു മഴക്കാലം കൂടി അവന്റെ കൂടെ ആസ്വദിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഇങ്ങനെ തോന്നും. മഴക്കാലം ഭയങ്കര പ്രശ്നമുള്ള സമയമായിട്ട് ഈ മഴക്കാലം, എന്തിനാണ് ഈ മഴക്കാലമൊക്കെ. അപ്പൊ നമുക്ക് ഈ പഴയ കാലങ്ങൾ ഓർമ്മ വരും. സത്യത്തിൽ നമുക്ക് മിസ് ചെയ്യണത് അവനെ അല്ല, അല്ലെങ്കിൽ അവളെ അല്ല, അവര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ആ ഫീലിംഗ്, ആ ഒരു മെമ്മറി, ആ ഒരു ഫീലിംഗ് നമുക്ക് മിസ് ചെയ്യണേ. നാളെ ഇനി ഇയാൾ തിരിച്ചു വന്നാലും ആ ഫീലിംഗ് നമുക്ക് ഇനി കിട്ടില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ആ മുറിവുകളെല്ലാം വന്നു കഴിഞ്ഞു. ഇവര് നമുക്ക് തന്നിട്ടുള്ള ട്രോമ, ഇവര് നമ്മളെ ചതിച്ചിട്ടുള്ളത്, ഇവര് നമ്മളെ ചീറ്റ് ചെയ്തിട്ടുള്ളത്, ഇവര് നമ്മളെ തെറി വിളിച്ചിട്ടുള്ളത്, ഇവര് നമ്മളെ അടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വേറെ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോയത്, അതൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി പൊട്ടിയ ഒരു ചില്ല് ഗ്ലാസ്സാ. ഇനി ആ ചില്ല് ഗ്ലാസ് നമുക്ക് ഒട്ടിച്ച് ഫെവിക്കോളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. പക്ഷെ അതിൽ എത്ര വെള്ളം ഒഴിച്ചാലും അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊർന്നു പോകും. അപ്പൊ ഇവരിനി എത്ര തിരിച്ചു വന്നാലും അവർ പഴയ ആളായിട്ട് നമുക്ക് അവരെ കാണാൻ പറ്റില്ല. പിന്നെ വേണമെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസ് ഒക്കെ കൊടുക്കാം, ഒരു കാര്യമില്ല. പുതിയ അത്ഭുതങ്ങളൊന്നും അവിടെ ഉണ്ടാവാൻ പോണില്ല. അയാളായിട്ടും നമ്മളായിട്ട് തന്നെ തുടരും. വെറുതെ നമ്മൾ വായിച്ചു കഴിഞ്ഞ ഒരു പുസ്തകമല്ലേ, ആ പുസ്തകം ഇനി അതിൽ പുതിയ അധ്യായങ്ങളൊന്നും വരാനില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു അടിയും കൂടിയും, ഒരു അന്ന് കിട്ടിയ അടി പോരാണ്ടാണെന്നുണ്ടെങ്കിൽ 1-2 അടിയും കൂടി മേടിച്ചു വെച്ചോ, നല്ലതാ. ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ കാര്യം. ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതില് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു വിശ്വാസം ഒരിക്കൽ പോയി കഴിഞ്ഞാൽ അത് പോയി തന്നെയാ. കാരണം പിന്നെ അവൻ പറയുന്ന സത്യങ്ങൾ പോലും വിശ്വസിക്കാൻ പറ്റില്ല, നമുക്ക് നുണയായിട്ട് തോന്നുള്ളൂ. കാരണം അന്ന് അവൻ ആ നുണ പറഞ്ഞില്ലേ, അത് ഭയങ്കര സംഭവം. എന്തിനും ഇവര് ഈ ട്രസ്റ്റ് ഒക്കെ ബ്രേക്ക് ചെയ്യാൻ നിൽക്കണേണാവോ? കാരണം വേറെ എന്തും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ വിശ്വാസം എന്ന് പറഞ്ഞ ഒരിക്കൽ പോയാൽ ആ കള്ളനായിട്ട് മുദ്ര കുത്തപ്പെടുകയാണ് അവിടെ. അതവര് അത് അവര് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് സത്യം പറഞ്ഞാൽ. ടീച്ചറോട് സംസാരിച്ചിരിക്കുമ്പോൾ നമുക്കാണെങ്കിൽ എന്തൊക്കെയോ, ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പം ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റി. കാരണം ഒരുപാട് ലൈഫിൽ ഒരുപാട് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ടീച്ചറുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർക്കൊരു പോസിറ്റിവിറ്റി തന്നെയായിരിക്കും. അപ്പം ടീച്ചർ എന്തായാലും കൗൺസിലിംഗ് ഒന്നും എന്തായാലും കൊടുക്കുന്നില്ല. അപ്പം നമ്മളിടത്തിലേക്ക് എത്താൻ അവർ എന്താ ചെയ്യണ്ടേ? നമ്മളിടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൃശ്ശൂർ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അതിന് ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. അപ്പൊ അതൊരു ഫുൾ ഡേ നമ്മൾ അവിടെ, നിങ്ങളുടെ ഒരു പ്രശ്നവും ഞാൻ കേൾക്കില്ല കേട്ടോ, അത് ആദ്യമേ പറയാം. പ്രശ്നം കേൾക്കാനും അത് മുഴുവൻ അവിടെ കമഴ്ത്തിയിടാനാണ് വരുന്നെങ്കിൽ നിങ്ങൾ ആരും വരണ്ട. നമ്മളിടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ നിങ്ങളുടെ മൊബൈൽ ആദ്യം വാങ്ങി വെക്കും, എന്നിട്ട് കുറേ പഴയ ഗെയിംസും
പഴയ കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ എല്ലാവരും കളിച്ച് ചിരിച്ച് പഴയ ഒരു കുട്ടിക്കാലത്തിലേക്ക് പോകുന്ന ഒരു സ്ഥലമാണ് നമ്മളിടം. അതായത് പഴയ ചെമ്പകപ്പൂവൊക്കെ കൊണ്ടുവന്ന് ലാങ്കിയൊക്കെ കൊണ്ടുവന്ന് ഗോലിയൊക്കെ കളിച്ച് അങ്ങനെ ഒരു, അതായത് നമ്മൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ കുട്ടിക്കാലാണ് നമുക്ക്, അല്ലെ? നമുക്ക് ഇങ്ങനെ പലരും പറയാറുണ്ട് പോയ വഴികളിൽ എന്റെ പഴയ എന്നെ എനിക്ക് നഷ്ടപ്പെട്ടു. ആ പഴയ എന്നെ തിരിച്ചെടുക്കുന്ന സ്ഥലമാണ് നമ്മളിടം. സത്യം പറഞ്ഞ ടീച്ചർ ഈ സീസൺ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? എന്നിട്ട് ഞാൻ വലിയൊരു നോ പറഞ്ഞു. എന്തുപറ്റി? കാരണം ബിഗ് ബോസ് നമുക്ക് പറ്റിയ സ്ഥലമല്ല. കാരണം ബിഗ് ബോസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് തരത്തിലുള്ള സ്ട്രാറ്റജികളൊക്കെ വേണ്ടി വരും. എന്നെ സംബന്ധിച്ച് ഒരു സ്ട്രാറ്റജി ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. ഇപ്പൊ വീഡിയോ ചെയ്യുമ്പോൾ പോലും ഞാൻ അരുണിന്റെ അടുത്ത് അതാ പറഞ്ഞ ഇടയിൽ കട്ട് ചെയ്യരുതെന്ന്. കാരണം എനിക്ക് ഇടയിൽ കട്ടും ടേക്കും പേസ്റ്റ് ഒന്നും പറ്റില്ല. എങ്ങനെയാണോ ആസ് ഇറ്റ് ഈസ് ഈ ഇംപെർഫെക്ഷനോട് കൂടി എന്നെ ആളുകൾ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിച്ചാൽ മതി, അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ മാറാൻ പോകുന്നില്ല. അപ്പൊ എന്നെ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഇരുത്തിക്കൊണ്ടുള്ള ഒരു സ്ഥലങ്ങളിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ബിഗ് നോ ഞാൻ അവിടെ പറഞ്ഞു. ഭയങ്കര TRP ആണ് നഷ്ടമായത്. അപ്പൊ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് എന്താ പറയാ, ഒരു ഇന്റർവ്യൂ പോലും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ഭയങ്കര ഇവിടെ ഉള്ള എല്ലാവരും ഭയങ്കര കംഫർട്ട് ആയിരുന്നു. കാരണം ഞാൻ ആ ഒരു തൃശ്ശൂരിൽ നിന്ന് ഇത്ര ദൂരം യാത്ര കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു പ്രാന്ത് പിടിച്ചിട്ട്, അല്ലെ? അതൊന്ന് പറയൂ, ആ ഒരു സാരി എടുത്ത് വന്നപ്പോ പിന്നെ ആ പ്രാന്ത് മാറ്റി വെച്ച്, കാരണം ആ വന്ന് കയറുമ്പോ തന്നെ നിങ്ങൾ തന്ന ഒരു ഹോസ്പിറ്റാലിറ്റി എല്ലാവരും എടുത്തു. അരുണായാലും മാർഷലായാലും മെഹറായാലും അതെ, സ്വയം പേര് പറയേണ്ട അവസ്ഥയിലേക്ക് ഇവരെല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് പെരുമാറിയത്. അപ്പൊ പിന്നെ കൂളായിരുന്നു. ഓക്കെ, ഇനിയും ഒരുപാട് ടീച്ചറിനൊപ്പം ഇന്റർവ്യൂസ് ഒക്കെ എടുക്കാൻ പറ്റട്ടെ ഞാൻ എന്നോട് തന്നെ ആശംസിക്കുകയാണ്. ഓക്കെ ടീച്ചർ, താങ്ക് യു സോ മച്ച്. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.